ദൈവത്തിന് സകല മഹത്വവും മാനവും അർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ യാത്രയിലും പ്രാർത്ഥനയിലൊക്കെ ആയിരിക്കുന്നു. ലീഡിങ് കർത്താവിന്റെ ദാസനായ ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ചവര് പാടിയവരെല്ലാം പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിൽ വന്ദനവും അറിയിക്കുന്നു. ദൈവം ധന്യമായി ഈ പ്രഭാതത്തിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ചെറിയ സന്ദേശം, ഒരു നല്ല സന്ദേശം നമ്മൾ കേട്ടു അല്ലെ? ആരെയും അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം കേൾക്കൂ. അതിന്റെ അർത്ഥം ഒത്തിരി ഉണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ചെറുതായിട്ട് ദേവദാസം പറഞ്ഞതേ ഉള്ളൂ. റോമർക്കെതിരെ പറയാൻ നമ്മുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി ഒരു കാലത്ത് ഉപയോഗിച്ചു. ഇപ്പൊ അതേ അവയവം നീതിയുടെ ആയുധങ്ങളാക്കി ദൈവം മാറ്റി. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കുന്നുവെങ്കിൽ ഈ പ്രഭാതത്തിൽ വീണ്ടും ദൈവം നമ്മോട് സംസാരിക്കും. അതിനാധാരമായി ഒരു തിരുവെഴുത്ത് വായിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾക്കുവിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരനെ വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദയരുടെ ദേശം വിട്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവേ, വചനം അങ്ങയുടേത്, ഞങ്ങൾ അങ്ങയുടേത്. ക്രൂശിന്റെ മറവിൽ ഞങ്ങൾ മറിയുന്നു. രക്തക്കോട്ടയിൽ പൊതിയണം, ഞങ്ങളോട് സംസാരിക്കണം. ജീവിതത്തെ തൊട്ട് സംസാരിക്കുന്നതിനായി സ്തോത്രം. വചനത്തിന്റെ വിടുതൽ ദൈവം അയക്കുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ. ഇവിടെ സ്തെഫാനോസ് എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസന്റെ ഒരു പ്രസംഗത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ, വചനങ്ങളാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പോ ഇത് ഈ മനുഷ്യൻ ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചിട്ടുള്ളൂ. ആ പ്രസംഗത്തോടെ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലുവാനിടയാണ്. എന്തിനാ കൂടുതൽ പ്രസംഗമൊന്നും വേണ്ട, ഒറ്റ പ്രസംഗം മതി. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസംഗം. അബ്രഹാമിന്റെ കാലം മുതൽ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവും എല്ലാം കോട്ട് ചെയ്തൊരു പ്രസംഗം അങ്ങ് പ്രസംഗിച്ചു. അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചാൽ മറുപടിയായിട്ട് പ്രസംഗമാവുമായിരുന്നു. ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ പോരെ, ഒരു വലിയൊരു പ്രസംഗം, ഒരു അധ്യായം പ്രസംഗം അവിടെ നടത്തി. ബൈബിളിന്റെ മൊത്തത്തിൽ ഒരു ഔട്ട്ലൈൻ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതല്ല നമ്മുടെ വിഷയം. അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട ഒരു ദൈവത്തിന്റെ പേരവിടെ കുറിക്കുന്നുണ്ട്. ആ പേരാണ് തേജോമയനായ ദൈവം. അബ്രഹാമിന് പല പ്രാവശ്യം ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോഴെല്ലാം ഓരോരോ പേരിലാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടത്. ഒരേ ലെവലില് ഒരേ പേരിലല്ല ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും അങ്ങനെയാണ്. ഇപ്പൊ രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിയുടെ അരികിൽ ഒരു വൈദ്യനായി ദൈവം ഇറങ്ങി വരും. ആരുമില്ലെന്ന് പറയുമ്പോൾ ഒരു അപ്പനായി ഇറങ്ങി വരും. ഒരു നല്ല സഖിയായി, ഒരു നല്ല സ്നേഹിതനായി, കണ്ണുനീർ തുടയ്ക്കുന്നവനായി കർത്താവ് ഇറങ്ങി വരും. അങ്ങനെയെങ്കിൽ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടത് തേജോമയനായ ദൈവം. തേജോമയ, തേജസ് ഏറിയ, തേജസ്സുള്ള ദൈവമല്ല, തേജോമയനായ ദൈവം. അത് തേജസ്സിനെ വർണ്ണിക്കാൻ കഴിയാത്ത തേജസ്സുള്ള ഒരു ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. എന്തിനാ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെ തേജോമയനായിട്ട്? അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ അബ്രഹാമിന്റെ പപ്പായുടെ കാലം മുതൽ അവരൊരു പ്രത്യേക ബിസിനസ് ചെയ്യുന്നവരാണ്. ആ ബിസിനസിന്റെ പേരാണ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി നല്ല ബിസിനസ് ചെയ്യുക. ഓരോ വർഷം ഉണ്ടാക്കുന്ന വിഗ്രഹം അടുത്ത വർഷം അതേ മോഡലിൽ ഉണ്ടാക്കി അതേ പെയിന്റ് അടിച്ചാൽ ആരും വാങ്ങത്തില്ല. അതിന് മോഡൽ കൂട്ടിയേ പറ്റത്തുള്ളൂ. ഇന്നും നോക്കിയാണെങ്കിൽ ദൈവങ്ങൾക്കെല്ലാം നല്ല പെയിന്റ് ഒക്കെ അടിച്ച് നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല സീരിയൽ ലൈറ്റും ഒക്കെ ഇട്ടൊക്കെ ആൾക്കാർക്ക് ആകർഷണം ഉണ്ടാകത്തുള്ളൂ. വെളിച്ചമൊന്നും ഇല്ലാതെ ഇരുട്ടടഞ്ഞ് ഒരു ചെറിയ വിളക്കും ഒരു തിരിയൊക്കെ കത്തിച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിന് മുമ്പിൽ പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആ ദൈവങ്ങളെല്ലാം നല്ല വെളിച്ചമുള്ള ദൈവങ്ങളായിട്ട് മിന്നുന്ന ദൈവമുണ്ട്, കണ്ണിങ്ങനെ ചിമ്മുന്ന ദൈവമുണ്ട്, പിന്നെ കളർ ലൈറ്റ്, പുക, വെടി, ഇതൊക്കെ ഉള്ള ദൈവങ്ങളൊക്കെ അടുത്ത ആൾക്കാർക്ക് വരാൻ ഭയങ്കര ഇഷ്ടം. അബ്രഹാമിന്റെ കാലത്ത് ഈ എല്ലാ വർഷങ്ങളിലും ഇവിടേക്ക് നമ്മുടെ ദേശത്തൊക്കെ പലപ്പോഴും ചെറിയ ചെറിയ ദൈവങ്ങളെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അത് ഈ തമിഴ്നാട്ടുകാരായി കേരളത്തിൽ വന്ന് കൂടുതൽ ദൈവങ്ങളെ ഉണ്ടാക്കി, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കാർ വന്നിട്ട് നല്ല പെയിന്റ് അടിച്ചൊക്കെ വെക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ പെയിന്റ് അല്ല, ഇച്ചിരൂടെ ഗ്ലാമർ കൂട്ടിയാണ് ഓരോ വർഷം അടിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലേ ആൾക്കാർ ഇത് വാങ്ങത്തുള്ളൂ. അപ്പൊ അങ്ങനെ അബ്രഹാം ഇതുപോലെയാ ബിസിനസ്
ഉണ്ടാകാൻ താൻ ആരാധിക്കുകയും താൻ ഉണ്ടാക്കിയും ദൈവത്തിന്റെ തേജസ് ഓരോ വർഷവും പുതിയ തേജസ് കണ്ട ഒരു മനുഷ്യൻ, ആ വെളിച്ചം കണ്ട പ്രകാശം, അല്ലെങ്കിൽ അതിന്റെ പിന്നെ പെയിന്റ് ഒക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള ദൈവങ്ങളെ കണ്ടിരിക്കുന്നവന്റെ മുമ്പിൽ ഒരു സാധാരണ ദൈവമായിട്ട് ഇറങ്ങിയാൽ ഒരിക്കലും അബ്രഹാം മൈൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അവൻ ഇതുവരെ കാണാത്ത ഒരു വലിയ തേജസ്സേറിയ ഒരു ദൈവമായിട്ട് അവന് വേണ്ടി പ്രത്യക്ഷപ്പെടാനിടയായി തീർന്നത്. പ്രത്യക്ഷപ്പെട്ടപ്പോ എന്ത് സംഭവിച്ചെന്നറിയാമോ? അബ്രഹാമിന്റെ മുമ്പിൽ തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അബ്രഹാം പ്രതികരിക്കാൻ തയ്യാറായി. അവിടെയാണ് ദൈവികമായ വിടുതൽ സംഭവിക്കുന്നത്. നമുക്ക് ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ, ദൈവം വചനം നമ്മോട് സംസാരിക്കുമ്പോൾ, ദൈവത്തിന്റെ വെളിപ്പാട് നമുക്ക് നേരെ കടന്നു വരുമ്പോൾ നമ്മൾ അതിന് പ്രതികരിക്കാൻ തയ്യാറാകണം. പ്രതികരണം ഉണ്ടെങ്കിലേ മീനിന് നീന്തി മുൻപോട്ട് പോകാൻ കഴിയത്തുള്ളൂ. പ്രതികരണം ഇല്ലെങ്കിൽ അവിടെ തന്നെ ചിറകടിച്ച് ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ പുള്ളിക്കാരൻ. അല്ലെങ്കിൽ പ്രതികരിക്കുമ്പോൾ മാത്രമേ മുകളിലോട്ട് കയറാൻ കഴിയത്തുള്ളൂ. നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറാകണം. ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനങ്ങൾക്ക് നമ്മൾ അതിന് പ്രതികരിക്കാൻ തയ്യാറാകണം. അതിന് അല്ലെങ്കിൽ യെസ് ആമേൻ പറയാൻ തയ്യാറാകണം. അതിന് പ്രകാരം നമ്മൾ സമർപ്പിക്കാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ മേൽ നിറവേറത്തുള്ളൂ. അനേകർ ദൈവത്തിന്റെ ദൂത് കേൾക്കുന്നവരെ കാണാൻ കഴിയുന്നുണ്ട്. പ്രവാചകന്മാരെ തേടി ഓടുന്നവരെ കാണാൻ കഴിയുന്നു. അവർക്ക് അനുകൂലമായ ദൂത് കേൾക്കുന്നത് വരെ അവർ ഓടിക്കൊണ്ടേയിരിക്കും. അനുകൂലമായ ദൂത് കേട്ട് കഴിയുമ്പോൾ അവർക്കൊരു സംതൃപ്തിയാ, ഒരു ആത്മസംതൃപ്തിയോടെ പോകും. പക്ഷെ നടക്കുമോ ഇല്ലയോ എന്നൊന്നും അവർക്ക് പറഞ്ഞുകൂടാ, പറഞ്ഞ പ്രവാചകനും അറിയത്തില്ല. പക്ഷെ നടക്കണമെങ്കിൽ ഒറ്റ കാര്യം, ഒറ്റ വചനമേ ദൈവം നമ്മോട് സംസാരിച്ചുള്ളെങ്കിലും അതിന്റെ മുൻപിൽ സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാവിനെ സൂക്ഷിക്കാനുള്ള കൃപ നാം ചോദിച്ചു മേടിക്കണം. കർത്താവ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ട ഒറ്റ കാര്യം, കർത്താവ് ഇന്ന് പോഷ്ക്ക് പറയാതെ ജീവിക്കാൻ എന്റെ നാവിനെ ജീവിക്കാൻ എനിക്ക് കൃപ തരണം. കള്ളം പറയാതെ എന്റെ നാവിനെ സൂക്ഷിക്കണം. കർത്താവെ, അത് എന്റെ നാവ് കൊണ്ട് സ്തുതിക്കുന്ന ാക്കി മാറ്റണം. കർത്താവെ, അരുതാത്തതൊന്നും പറയാൻ അനുവദിക്കരുത്, നിയന്ത്രിക്കണമെന്ന് കടിഞ്ഞാടണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ വചനം നമ്മുടെ ജീവിതത്തിൽ വിടുതലുണ്ടാകുന്നത്. അപ്പൊ ആ വചനം എന്തിനാ ദൈവം നമ്മോട് പറയുന്നത് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ദൈവത്തിന് എന്തോ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. ഇതൊരു അടയായിട്ട് നിൽക്കുക, ഇതൊരു തടസ്സമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ദൈവം അത് വെളിപ്പെടുത്തി തരുന്നത്. നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അപ്പൊ നോക്ക്, ഹാരാൻ വരുന്നതിന് മുൻപേ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഹാരാനിൽ വന്നാണ് വീണ്ടും പുറപ്പെട്ട് അവൻ പോകുന്നത്. അവന്റെ പിതാവോട് തേരഹോട് വെച്ച് മരിക്കുമ്പോൾ വീണ്ടും പുറപ്പെടുക ദൈവശബ്ദം കേട്ടിട്ട്. അപ്പൊ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ദൈവം പ്രത്യക്ഷപ്പെട്ടു. തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ അവൻ പ്രതികരിക്കാൻ തയ്യാറായി. ഉൽപ്പത്തി 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ദൈവം അബ്രഹാം പ്രതികരിച്ച് എങ്ങനെയെന്നറിയാമോ? തന്റെ ദേശത്തെ വിട്ടു, തന്റെ പിതൃഭവനത്തെ വിട്ടു, തന്റെ ചാർച്ചക്കാരെ വിട്ടു, തേജോമയനായ ദൈവത്തിന്റെ വാക്കനുസരിച്ച് പുറപ്പെടാൻ തയ്യാറായി. അവൻ വേർപാട് അനുഷ്ഠിക്കാൻ തയ്യാറായി. നിങ്ങളുടെയും എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു ദർശനം, ഒരു വെളിപ്പാട്, ഒരു പ്രത്യക്ഷത വെളിപ്പെടുമ്പോൾ, വചനം വെളിപ്പെടുമ്പോൾ അതിന് മുമ്പിൽ സമർപ്പിച്ച് അതിനു വേണ്ടി നമ്മൾ ഏർപ്പാട് നമ്മുടെ ജീവിതത്തെ അതിനെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ അതൊന്നും പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുമ്പോഴാണ് ഈ തേജോമയനായ ദൈവം നമ്മളെ നടത്തുവാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് ദൈവം നമ്മളെ നടത്തുന്നത്. ഇല്ലെങ്കിലും ഒരേ സ്റ്റെപ്പിൽ കിടന്ന് വീണ്ടും പുറകോട്ട് ഇറങ്ങുന്നു, വീണ്ടും സ്റ്റെപ്പ് വയ്ക്കുന്നു, വീണ്ടും തീരുമാനമെടുക്കുന്നു, വീണ്ടും പുറകോട്ട് പോകുന്നു, വീണ്ടും തീരുമാനമെടുക്കുന്നു, വീണ്ടും പുറകോട്ട് പോകുന്നു. അങ്ങനെ പോയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഒരേ സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. നാട്ടിലൊക്കെ ഒരു ഇത് പറയാറുണ്ട്, കാരണം നട്ടപ്പോഴും ഒരു കുട്ട, കിളച്ചപ്പോഴും ഒരു കുട്ട എന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. വെറുതെ സ്ഥലം കളയാം, കുറെ വളം കളയാം, കുറെ എല്ലുപൊടി വാങ്ങിയിടാം, കുറച്ച് സ്ഥലമൊക്കെ ഇങ്ങനെ കളയാമെന്നല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. ഒരു ഗോതമ്പ് മണി നട്ടാൽ അതിൽ 100 കണക്കിന് ഗോതമ്പ് മണി അത് വർദ്ധിച്ചു വന്നില്ലെങ്കിൽ നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ ദൈവാത്മ പറയുന്നു, പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ നീ വിടുതൽ കണ്ടേ എഴുന്നേൽക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തില് മാർത്തയോടും മറിയോടും പറഞ്ഞത്, നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, വിശ്വസിച്ചാൽ മതിയെന്ന്. ഇത് വേറെ ഒന്നും പറയുന്നില്ല. പഴയ നിയമത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും പുതിയ നിയമത്തിൽ വിശ്വസിക്കുക, സ്നാനമേൽക്കുക, നീ രക്ഷിക്കപ്പെടും. വേറെ ഒന്നും പറയുന്നില്ല. ഒരു പുണ്യസ്ഥലത്ത് പോകണമെന്നോ, ശയന പ്രദർശനം നടത്തണമെന്നോ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ശരീരം മുറിക്കണമെന്നോ, നമ്മുടെ രക്തം കൊടുക്കണമെന്നോ എന്നും പറഞ്ഞിരുന്നെങ്കിൽ, ബലി കൊടുക്കണമെന്നോ എന്നൊക്കെ പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യർ ചെയ്യും. ഒരു 54,001 രൂപയും കൊടുത്ത് ആരൊരു മുട്ടയിൽ എഴഞ്ഞ് നീ ഇവിടെ വരാമെങ്കിൽ നിനക്ക് രക്ഷയും കിട്ടും, വിടുതലും കിട്ടും എന്ന് പറയാമെങ്കിൽ അത് ചെയ്യുന്ന ആളുണ്ട്. പക്ഷേ സൗജന്യമായി തമ്പുരാൻ പറയുക, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടുന്നു. അതിനൊന്ന് പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും തമ്പുരാൻ അവിടെ അത്ഭുതം ചെയ്തിരിക്കും.
രക്ഷ നമുക്ക് സൗജന്യമായി തരുവാനിടയായിത്തീരും. അതിൽ അബ്രഹാം അതിനെ പ്രതികരിക്കാൻ തുടങ്ങി. എങ്ങനെ പ്രതികരിച്ചു? തന്റെ പിതൃഭവനത്തെ വിട്ട്, ചാർച്ചക്കാരെ വിട്ട്, ദേശം വിട്ട് പുറപ്പെടാൻ തയ്യാറായി. വേർപാട് പാലിക്കാൻ അവൻ തയ്യാറായി. അപ്പം ദൈവത്തിന്റെ പ്രത്യക്ഷത നമ്മളെ വേർപാടിലേക്ക് കൊണ്ടുവരും. അനേകർക്ക് വേർപെട്ട് ആരാധിക്കാൻ കഴിയാത്ത തീരുമാനമൊക്കെ ഉണ്ട്, അവർക്ക് വേർപെട്ട് ആരാധിക്കാൻ കഴിയത്തില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യോനാഥാൻ ഒരിക്കലും ദാവീദിനോട് പറഞ്ഞു, ദാവീദേ, നിന്നെ ദൈവം ഈ രാജ്യത്ത് ഒന്നാമനാക്കും. എന്റെ അപ്പനെ തള്ളി, ഓക്കെ, അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അപ്പന്റെ കൃപ പോയി, ശൗലിന്റെ കൃപ പോയി, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നീ ഒന്നാമനാകും, ഞാൻ നിന്റെ രണ്ടാമനായിരിക്കും എന്ന് പറഞ്ഞു. നല്ല കാര്യമാണ്. ദാവീദിനോട് ആളുകൾ നല്ലൊരു ഉടമ്പടി ചെയ്തു. ദാവീദുമായിട്ട് യോനാഥാന് ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര ബന്ധമാണ് അവർ തമ്മില്. അളിയനും അളിയനും തമ്മിൽ ഭയങ്കര ബന്ധമായിരുന്നു. പക്ഷേ ഈ യോനാഥാൻ പറഞ്ഞത്, ഞാൻ രണ്ടാമനായി, നീ രാജാവാകുമ്പോ ഞാൻ രണ്ടാമനാ. അത് ദാവീദും അംഗീകരിച്ചു, ദൈവവും അംഗീകരിച്ചു. പിന്നെ എന്തുകൊണ്ട് യോനാഥാന് രണ്ടാമനാകാൻ കഴിഞ്ഞില്ല? തീരുമാനമെടുത്തിട്ട് പറ്റി നിന്നത് അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിന്റെ കൂടെയാ. തീരുമാനമെടുത്താൽ പറ്റി നിൽക്കേണ്ടത് ദൈവത്തോടു കൂടെയാ. ദൈവസന്നിധി തീരുമാനമെടുത്താൽ ദൈവത്തോട് പറ്റി നിൽക്കണം. എന്ത് വില കൊടുത്താലും ശരി, എന്ത് നഷ്ടപ്പെടേണ്ടി വന്നെന്ന് പറഞ്ഞാലും ശരി, തമ്പുരാനോട് പറ്റി നിൽക്കാൻ തയ്യാറായാൽ ദൈവം വിടുവിക്കാൻ ശക്തനായ ദൈവമാണ്. പറ്റി നിൽക്കുന്ന 91 സങ്കീർത്തനം 14 പറയുന്നത് ഇങ്ങനെയാ, അവൻ എന്നോട് പറ്റി നിൽക്കിയാൽ പറ്റിയിരുന്നാൽ ഞാൻ അവനെ വിടുവിക്കും. ദൈവം പറയുന്ന വാക്കാ. സങ്കീർത്തനക്കാരനാ പാടി തുടങ്ങിയത്. ലാത്യന്റെ പറവിലോസിക്കുകയും സർവശക്തിയിൽ പാർക്കുകയും ചെയ്യുന്നവൻ, എല്ലാവർക്കും കാണാപ്പാടമാണ് സങ്കീർത്തനം. അങ്ങനെ പാടി പാടി വരുമ്പോൾ ഹല്ലേലൂയ, ദൈവം ഏറ്റെടുത്ത് പാടാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം നിങ്ങൾ ആത്മാവിൽ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, തീരുമാനത്തിൽ നിലനിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ചില തലമുറയുടെയും നിങ്ങളുടെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കാൻ പോകുകയാ. ആ പാട്ടിന്റെ വരികളുടെ അവസാനം ദൈവം ഏറ്റെടുത്ത് പാടാൻ തുടങ്ങി. സങ്കീർത്തനക്കാരൻ പാടി തുടങ്ങിയ ആ പാട്ടിന്റെ വരികൾ കുറെ കഴിഞ്ഞപ്പോൾ ദൈവം ഏറ്റെടുത്ത് പാടുകയാ. അവൻ എന്നോട് പറ്റിയിരുന്നാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിഞ്ഞാൽ ഞാൻ അവനെ ഉയർത്തും, ആരെ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവം ഏറ്റെടുക്കണം. നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ യാത്രയെ ദൈവം ഏറ്റെടുക്കാൻ തയ്യാറാകണം. പ്രിയമുള്ളവരെ, ദൈവം ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു ജയകരമായ ഒരു ആത്മീക ജീവിതം നയിക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ പറഞ്ഞ് അനുസരിക്കാത്ത തലമുറകൾ ഉണ്ടായിരിക്കാം, ഉപദേശിച്ച കേൾക്കാത്ത തലമുറകൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവകരങ്ങൾ ഏൽപ്പിച്ച കർത്താവേ, എന്റെ തലമുറയുടെ ഉത്തരവാദിത്തം ദൈവം ഏറ്റെടുക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. ദൈവം ഏറ്റെടുക്കാനിടയായി തീരും. ദൈവം ഏറ്റെടുത്താൽ അവന് ഉയർച്ചയും നന്മയും വിടുതലും ദൈവം കൊടുക്കാനിടയായി തീരും. ദൈവത്തോട് പറ്റി നിന്നാൽ മതി. പ്രിയമുള്ളവര്, രൂത്തിനോട് ചോദിച്ചു നോക്ക്. രൂത്തിനെ നോക്കി ബോവസ് പറയുന്ന ഒരു വാക്കുണ്ട്. വീണ്ടെടുപ്പുകാരൻ പറയുകയാണ്, നീ ഇസ്രായേലിന്റെ ചിറകിൽ പറ്റി വന്നത് കൊണ്ട് യഹോവ നിനക്ക് പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. വേദപുസ്തകത്തിൽ പൂർണ്ണ പ്രതിഫലമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ രൂത്തിന് കിട്ടിയത് പൂർണ്ണ പ്രതിഫലമാ. ഏത് ദേശത്തുനിന്ന് വന്നതാണെന്നറിയാമോ? മോവാബ് ദേശത്തു നിന്ന് അർഹതയില്ലാത്ത ദൈവശാപമേറ്റ തലമുറയിൽ നിന്ന് അവൾ അമ്മായിയമ്മയോട് കൂടെ ചേർന്ന്, നവോമിയോട് കൂടെ ചേർന്ന് ബെത്ലഹേമിൽ കയറി വന്നവളാ. ഒരു തീരുമാനമെടുത്തു, നിന്റെ ദൈവം എന്റെ ദൈവം. ആ തീരുമാനം ദൈവം അംഗീകരിക്കുവാനിടയായി തീർന്നു. അതിന്റെ അർത്ഥം, നീ വെള്ളിയാഴ്ച ഉപവസിച്ചാൽ ഞാനും ഉപവസിക്കും മമ്മി, ആന്റി ഞാനും ഉപവസിക്കും, ആ ആന്റി ആരാധനയ്ക്ക് ഞാനും ആരാധനയ്ക്ക് പോകും, ആന്റി 3 ദിവസം ഉപവസിച്ചാൽ ഞാനും 3 ദിവസം ഉപവസിക്കും, ആന്റി ആ പോകുന്ന പള്ളിയിൽ ഞാനും വരുമെന്നുള്ള തീരുമാനമെടുത്ത് കയറി വന്നവളാ. ശപിക്കപ്പെട്ടവളാ. ആ ശാപമാണ് ആ മോവാബിൽ താമസിക്കുമ്പോൾ ആ ശാപം അവളുടെ തലയിലുണ്ട്. പക്ഷെ ബെത്ലഹേമിൽ വന്ന ശേഷം ഒരു 3 ദിവസം ഉപവാസം എടുത്ത് ആരൊക്കെയോ രൂത്തിന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് അവളുടെ ശാപം കേഴ്സ് ബ്രേക്കിംഗ് ഒന്നും ചെയ്തില്ല. ആ ഒരു തീരുമാനമെടുത്തപ്പോൾ തന്നെ അവളുടെ ശാപം മാറിപ്പോകാനിടയായി. ഇന്ന് പകൽ തേജോമയനായ ദൈവത്തിന്റെ പ്രത്യക്ഷത, ഈ ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു അന്തരാത്മാവിൽ വചനം ഇടപെടുന്നുണ്ടെങ്കിൽ, വചനത്തോട് പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ, എത്ര വലിയ ബന്ധനമാണെങ്കിലും നാം പോലും അറിയാതെ ഇന്ന് പകൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അത് അഴിഞ്ഞു പോയിരിക്കും, നമ്മുടെ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു പോകുന്നത് തലമുറയിൽ നിന്ന് അഴിഞ്ഞു പോകാനിടയായി തീരും. രൂത്ത് ഒരിക്കലും ഒരു പ്രാർത്ഥനയ്ക്ക് പോയി അറ്റൻഡ് ചെയ്താൽ അവളെ ശാപം മുറിഞ്ഞത്, ശാപം അവളിൽ നിന്ന് താനെ അഴിഞ്ഞു പോകാനിടയായി. അപ്പൊ ഒരു ചോദ്യം വരാം, ശാപം ഇല്ലയോ? ഉണ്ടല്ലോ, ശാപം ഉണ്ടല്ലോ. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കാമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. സക്രിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കുമ്പോൾ ശാപം എവിടുന്നാ വരുന്നത്, ശാപത്തിന്റെ നീളം എന്താണ്, ശാപത്തിന്റെ
രീതി എന്താണ്, അത് എങ്ങോട്ടാണ് പോകുന്നത്, ആരുടെ വീട്ടിലാണ് പോയി തങ്ങുന്നത്, അത് അവിടെ ഇരുന്നുകൊണ്ട് എന്തോ ചെയ്യുമെന്ന് വ്യക്തമായി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ശാപത്തിന് നല്ല നീളമുണ്ട് പ്രിയമുള്ളവരെ. ശാപത്തിന് ഒരു വീതി വചനം പറയുന്നുണ്ട്. ഒരു വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ ഇത്ര സ്ക്വയർ ഫീറ്റ് മൊത്തം ആ ശാപം കയറിയിരിക്കും, ആ കുടുംബത്തെ തകർക്കുവാനിടയായി തീരും. ഈ ശാപം തന്നെത്താൻ വലിച്ചു വെക്കുന്ന കള്ളന്റെയും കൊള്ളക്കാരുടെയും കള്ളസത്യം ചെയ്യുന്നവന്റെ വീട്ടിലേക്ക് കയറി വരുന്ന ശാപത്തെ മുറിക്കാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. അതിൽ അന്യായ ബന്ധനങ്ങൾ ദൈവം അഴിക്കുമെങ്കിൽ ന്യായമായ ബന്ധനങ്ങൾ നമ്മൾ അഴിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ ലാസർ പുറത്തു വന്ന് പറഞ്ഞ് അവന്റെ കെട്ടഴിക്കാൻ. ആരടാ കെട്ടിയത്? അവന്റെ കെട്ടഴിക്ക്, അവൻ സ്വതന്ത്രനാകട്ടെ എന്ന്, അവൻ പോകട്ടെ എന്ന് കെട്ടഴിച്ചു വിടാൻ പറയുകയാ. എത്രയോ മേഖലകളിൽ കെട്ടപ്പെട്ട കെട്ടുകളെ കർത്താവ് അഴിച്ചു വിട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ലാസറിന്റെ കെട്ട് ഒരു വാക്ക് പറഞ്ഞാൽ അഴിഞ്ഞു പോകത്തില്ലയോ? അഴിഞ്ഞു പോകും. പക്ഷെ അവനെ കെട്ടിയ ചില പുള്ളികൾ അവിടെ നിപ്പുണ്ട്. അവരെ കൊണ്ട് തന്നെ കെട്ടഴിപ്പിച്ചെങ്കിൽ കുടുംബത്തിനകത്ത് നിന്റെ തലമുറയെ നഷ്ടപ്പെടുത്തുവാൻ, നിന്റെ തലമുറയെ, നിന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ കൂടപ്പുറപ്പിനെ കെട്ടിയ ചില കെട്ടുകളെ ആരാണോ കെട്ടിയത് അവരെ കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന് മുമ്പിൽ അഴിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ വ്യക്തികൾ വിറച്ചു വന്ന കെട്ടഴിച്ചു. കെട്ടഴിച്ചപ്പോൾ അവൻ സ്വതന്ത്രനായി. അതിലെ കല്ലറയ്ക്കകത്ത് കയറ്റിവെക്കുവാൻ, മരണം കഴിയും ഒരിക്കലും പുറത്തു വരുന്ന പോലും ബന്ധിച്ച ചില ബന്ധനങ്ങളെ എന്റെ തമ്പുരാൻ അഴിപ്പിക്കാൻ ശക്തനാ. ഏത് കെടി കെട്ടിയ മന്ത്രവാദിയെ കൊണ്ട് ബന്ധിച്ചെന്ന് പറഞ്ഞാലും അവനെ വിളിച്ചു വരുത്തി അഴിപ്പിക്കും കർത്താവ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ചില കെട്ടുകളൊക്കെ അഴിയാൻ പോവുക കേട്ടോ. ചില ശവക്കലറിലേക്ക് നിന്റെ തലമുറയെ ചുമന്നോട്ട് പോകുന്ന, എപ്പോഴും പറയും ഞാനങ്ങ് ചാകാൻ പോവുക, ഞാൻ ചത്താ മതിയായിരുന്നു, ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറയുന്ന ചില മരണത്തിന്റെ വാക്കുകൾ കൊണ്ട് മരണബന്ധനങ്ങളെ അഴിക്കാൻ എന്റെ തമ്പുരാൻ മതിയായവനാ. ചില തലമുറയെ ചുമന്ന് കല്ലറെ കൊണ്ടുവയ്ക്കുവാൻ ധൃതി പിടിക്കുന്ന ചില വ്യക്തികളുണ്ട്, ചില ശക്തികളുണ്ട്. അതിനെ വഴിയിൽ അറസ്റ്റ് ചെയ്ത് നിർത്തി മരിച്ചവനെ പാടയിൽ നിന്ന് പുറത്തിറക്കി നഷ്ടപ്പെട്ട മാതാവിന്റെ കയ്യിൽ കൊടുത്ത യേശു ഇന്ന് നമ്മുടെ മധ്യമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? Praise the Lord. ഈ സാമാന്യമായിട്ട് നമ്മുടെ മരണ വീടുകളിലൊക്കെ പോയാൽ എത്ര കരച്ചിലും ബഹളം എന്ന് പറഞ്ഞാൽ ഈ പെട്ടി എടുക്കുന്ന സമയത്ത് ഒരു വെപ്രാളമുണ്ട്. എന്നുവെച്ചാൽ പെട്ടി എടുക്കാൻ ആൾക്കാർ ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുക. അവരുടെ മൊബൈലൊക്കെ ഭാര്യമാരുടെ കൊടുക്കും, പിന്നെ പാൻറ്റും ഒക്കെ കറക്റ്റായിട്ട്. പെട്ടെന്ന് വന്ന ഒരു ഗ്രൂപ്പ് അങ്ങ് കൂടുക. എന്തിനായി? പെട്ടിയെടുത്ത് പെട്ടെന്ന് കൊണ്ടുപോയി കല്ലറ വെക്കണം. നൈൻ പട്ടണത്തിലെ വിധവയുടെ വീട്ടിലും അങ്ങനെയായിരുന്നു. അപ്പൊ ചെറുക്കനെ അടക്കാനായിട്ട് ഇങ്ങനെ വീട്ടിൽ ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും കുഴപ്പമില്ല. എന്നാൽ നമുക്ക് സമയമായി, ഇപ്പൊ പെട്ടിയെടുക്കുന്ന സമയമാണ്. അന്തിചുംബനം കൊടുക്കാൻ പറഞ്ഞു കഴിയുമ്പോൾ അന്തിചുംബനം ആൾക്കാരെ കൊണ്ട് പെട്ടെന്ന് കൊടുപ്പിച്ചിട്ട് ഈ പെട്ടി ചുമക്കുന്ന ആൾക്കാരുടെ വെപ്രാളം നോക്കിയേ എന്തൊരു സ്പീഡാണെന്നറിയോ? വഴിമാറെന്ന് പറഞ്ഞ് പെട്ടി കൊണ്ടുവന്ന് ആംബുലൻസ് കെട്ടുന്നു, ആംബുലൻസ് സമത്തേരി കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ ചുമന്നോണ്ട് പോകുക. എന്തെന്നറിയാമോ? വേഗത്തിൽ ആ കുഴിക്കകത്ത് ഇറക്കി വെച്ച് അവിടെ വെച്ച് അവനെ പൂട്ടി മണ്ണിട്ട് മൂടി, അവിടെ കല്ലറ കെട്ടണമെങ്കിൽ കല്ലറ കെട്ടി വെച്ചിട്ട് പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ നോക്കുന്ന ചില പുള്ളികളുണ്ട്. അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് നിന്റെ തലമുറയെ വിടുവിച്ച് നിന്റെ കയ്യിൽ തരുന്ന ദൈവമുണ്ട്. ചുമക്കുന്ന നിന്റെ തലമുറയെ ചുമന്ന് നിന്റെ ഭവനത്തിൽ നിന്ന് പുറത്തിറക്കാൻ വെല്ലുവിളിക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളുണ്ടല്ലോ. നിന്റെ തലമുറയെ ചുമക്കുന്ന കോപ സ്വഭാവങ്ങൾ, നിന്റെ തലമുറയെ ചുമക്കുന്ന അനുസരണക്കേടിന്റെ ശക്തികളെ അതിന്റെ വഴിയിൽ തടഞ്ഞു നിർത്തി നിന്റെ പ്രതീക്ഷ അറ്റായിരിക്കാം ഈ പകൽ ദൈവസന്നിധിയിലായിരിക്കുന്നത്. പക്ഷെ വഴിയിൽ പോകുമ്പോൾ കുറുക്കിട്ട് കർത്താവ് വന്നിട്ട്, എതിർപ്പെട്ട് കർത്താവ് വന്ന് നിന്റെ കണ്ണുനീരിന് മറുപടി തരുവാൻ നഷ്ടപ്പെട്ടതിനെ നിന്റെ കയ്യിൽ തരുന്ന കർത്താവുണ്ട്. എത്ര പേര് പൽക്കാലം വിശ്വസിക്കുന്നുണ്ട്? പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധി പ്രതികരിക്കാം. തമ്പുരാന്റെ വാക്കിന് മുമ്പിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. തേജോമയനായ ദൈവം, ആ തേജസ് എന്ന് കാണാൻ തയ്യാറായാൽ മതി. പുറപ്പാട് പുസ്തകം 33:18 ഒരിക്കൽ മോശ ഒരു ആഗ്രഹം പുറപ്പെടുവിച്ചു, നിന്റെ തേജസ് എന്നെ കാണിച്ചു തരണമേന്ന്. ദൈവമേ, ആ തേജോമയനായ ദൈവമേ, അങ്ങയുടെ തേജസ് എനിക്കൊന്ന് കാണണം. ഇന്ന് പകൽ എത്ര പേര് ദൈവത്തിന്റെ തേജസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്? നമ്മൾ കാണുന്ന നമ്മുടെ വേദനകളാ, നമ്മൾ കാണുമ്പോൾ കരയുന്ന കുഞ്ഞുങ്ങളെയാ കാണുന്നത്. നമ്മൾ വാട്സപ്പിൽ നോക്കുമ്പോൾ വേദനിക്കുന്ന വർത്തമാനങ്ങളും മെസ്സേജുകളും ഇമെയിലുകളുമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇന്ന് അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട്, കർത്താവേ, നല്ല വർത്തമാനം കാണണേ, നല്ല പ്രാർത്ഥിക്കേണ്ടത് നിന്റെ തേജസ് എനിക്കൊന്ന് കാണണം. തേജസ് കാണാൻ പറ്റത്തില്ല മോശ എന്നാ ദൈവം പറഞ്ഞു പോയത്. ദൈവം പറഞ്ഞു, എന്റെ തേജസ് കണ്ടാൽ നീ ജീവനോട് ഇരിക്കത്തില്ല. ഹല്ലേലൂയ. മോശ, ഞാൻ തിരഞ്ഞെടുത്തതൊക്കെ ശരിയാ, പക്ഷെ എന്റെ തേജസ് കാണാൻ പറ്റത്തില്ല. കാണാൻ ഒരേ ഒരു ഓപ്ഷനാണ് മോശയ്ക്ക് കൊടുത്തത്. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ പിളർപ്പിൽ മറയ്ക്കും. പ്രിയമുള്ളവരെ, ദൈവ തേജസ് കാണാൻ ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരു പാറയുണ്ട്. ആ പിളർപ്പിലിരുന്നെങ്കിലേ നമുക്ക് ദൈവ തേജസ് കാണാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. പിളർപ്പിലിരിക്കുന്ന
പിളർപ്പിലിരിക്കുന്ന പ്രാവിനോട് പറയുക, പാറയുടെ പിളർപ്പിലിരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം പാറയുടെ പിളർപ്പിൽ തകർക്കപ്പെട്ട ക്രിസ്തുവിന്റെ മുറിവിൽ മറഞ്ഞിരിക്കുന്നെങ്കിൽ നിന്നെ ഇന്ന് പകൽ തേടി വരുന്ന ദൈവമുണ്ട്. നിന്റെ മുഖം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. പാറയുടെ പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എന്റെ കൈ കൊണ്ട് ഞാൻ നിന്നെ മറയ്ക്കും. ആ പാറ ക്രിസ്തുവായിരുന്നു പ്രിയമുള്ളവരെ. ക്രിസ്തുവിന്റെ മറവിൽ നിന്നേ നമുക്ക് ഏത് സ്വർഗത്തിലെ ദൈവത്തിന്റെ തേജസ് കാണാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽ ചിലരുടെ കാഴ്ചപ്പാട് ദൈവം മാറ്റാൻ പോവുകയാ. ചിലർ ദൈവിക തേജസ് കാണാൻ പോവുകയാ. ഇന്നലെ വരെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട്, അതിൽ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷം കണ്ട്, അല്ല ഇരുളിനെ ഭയപ്പെട്ട് മരണഭീതി ഇരുന്ന നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ക്രിസ്തുവിന്റെ പിള്ളാലിലെ മുറിവിലേക്കൊന്ന് അടുത്തു വരാൻ തയ്യാറാണെങ്കിൽ, തകർന്ന പാറയുടെ പിളർപ്പിലൊന്ന് കയറാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ തേജസ് കാണാൻ പോവുകയാ. ആ തേജസ് കണ്ട മോശ, ആ തേജസിന്റെ പ്രകാശം അവന്റെ മുഖത്തടിച്ച് അവൻ നഷ്ടപ്പെടുമെന്ന് ബോധ്യം വന്നപ്പോൾ തന്റെ കയ്യിരുന്ന പുതപ്പെടുത്ത് ഷോൾ എടുത്ത് തന്റെ മുഖം മറച്ചു. പ്രിയമുള്ളവരെ, വചനം പറയുന്നത് അതൊക്കെ എലിയാവ് എലീശ എലിയാവ് പുതപ്പെടുത്ത് മറച്ചെങ്കിൽ മോശ പുതപ്പെടുത്ത് മറച്ചില്ല. മോശയുടെ ത്വക്ക് പ്രകാശിക്കാൻ തുടങ്ങി, അവന്റെ മുഖച്ഛായ മാറാൻ തുടങ്ങി, അവന്റെ അവസ്ഥ മാറാൻ തുടങ്ങി. ദൈവ തേജസ് കാണുന്നതിന് മുമ്പ് ഇരുന്ന മോശയല്ല ദൈവ തേജസ് കണ്ട മോശ. ജനത്തിന് അവനെ കുറിച്ചൊരു ഭയം ഉണ്ടാകാൻ തുടങ്ങി. മോശേ, നീ ഞങ്ങളോട് നേരിട്ട് സംസാരിക്കരുതേ, ഒരു മൂടുപട വിട്ട് ഞങ്ങളോട് സംസാരിച്ചാ മതി. അപ്പൊ ഇന്നലെ വരെ നേരിട്ട് സംസാരിച്ച മോശ ഇപ്പൊ ദൈവത്തിന്റെ തേജസ് കണ്ടപ്പോൾ മോശയെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. മോശയെ കാണുമ്പോൾ ഒരു ഭയം അവർക്കുണ്ടാകുക. ഇന്ന് പകൽ ദൈവത്തിന്റെ തേജസ് കണ്ടാൽ ഇന്നലെ വരെ എതിർത്ത നിന്റെ തലമുറ നിന്നെ കാണുമ്പോൾ ഒരു ഭയത്തോടെ നോക്കാൻ തുടങ്ങും. നിന്നെ ഇതുവരെയും പൂജിച്ച ചിലർ നിന്നെ കാണുമ്പോൾ അവർക്കൊരു ദൈവ ഭയം ഉണ്ടാകാൻ തുടങ്ങും. എത്ര പേരെന്ന് പലക്കാരും വിശ്വസിക്കുന്നുണ്ട്? തേജസ് ത്വക്കിൽ വരികയാ. അക്ഷരീയമായ തേജസ് ഈ മനുഷ്യന്റെ മോശയുടെ ത്വക്കിൽ വന്ന് പ്രകാശമായി മാറിയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ മുഖച്ഛായൊക്കെ മാറാൻ പോകുകയാ. എലിയാവ് ആ തേജസ്സിന് മുമ്പിൽ ഒക്കെ ആ മുഖം ഷോൾ കൊണ്ട് മറച്ചപ്പോൾ ആ പുതപ്പിൽ അവൻ ദൈവ തേജസ് വീഴുകയാ. ആ പുതപ്പ് എവിടെ കൊണ്ടുപോകുമോ അവിടെ വിടുതൽ സംഭവിക്കുക. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൽ മറഞ്ഞു നിന്നുകൊണ്ട് ദൈവ തേജസ് കാണാൻ തയ്യാറാണെങ്കിൽ നമ്മൾ എവിടെ പോയാലും വിടുതലാ. നമ്മൾ എവിടെ പോയാലും വിടുതലാ. പഴയ നിയമത്തിൽ പെട്ടകം എവിടെ കൊണ്ടുവച്ചാലും വിടുതലാണ്. പെട്ടകമുണ്ടോ, ഇസ്രായേൽ ജനത്തിനെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ ബലം ക്ഷയിച്ചു പോകുകയാ. അങ്ങനെയെങ്കിൽ പെട്ടകത്തെ ഒരിക്കൽ പെലിസ്തർ പിടിച്ച് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. അപ്പൊ പെലിസ്തർ വിചാരിച്ചു അത് അവിടെ ഇരിക്കട്ടെന്നേ, ഇതുള്ളത് കൊണ്ടാണ് ഇസ്രായേൽ ജനം ജയിക്കുന്നത്, ഇനി അവന്മാര് ജയിക്കുന്നു എന്ന് കാണട്ടെന്ന്. ദാഗോന്റെ കൂടാരത്തിൽ രാവിലെ അവിടെ ചെന്ന് നോക്കിയപ്പോ ദാഹം നിലത്ത് വീണു. അവര് വിചാരിച്ചു പൂച്ചയും കണ്ടു കയറി തള്ളി ഇട്ടതാണെന്നാ. അതുകൊണ്ട് കൈയും കാലും ഒക്കെ പിന്നെ ഫിക്സ് ഒക്കെ വെച്ച്, ക്വിക്ക് ഫിക്സ് ഒക്കെ വെച്ച് ഒട്ടിച്ച് പിന്നെ കയറ്റി വെച്ചു. അങ്ങനെ മെയിൻറ്റെയിൻസ് ചെയ്ത് വെച്ചതാ. പിറ്റേ ദിവസം ചെന്നപ്പോ മെയിൻറ്റെയിൻസ് ചെയ്യാൻ പറ്റാത്തവണ്ണം തകർന്ന് താഴെ കിടക്കുക. ദൈവത്തിന്റെ തേജസ്, തേജോമയനായ ദൈവത്തിന്റെ തേജസ് വഹിക്കുന്ന ദൈവത്തിന്റെ മന്ദിരം പെട്ടകമാണെങ്കിൽ നമ്മുടെ ഭവനത്തിനകത്ത് ഒരു ശത്രു ഒളിച്ചിരിക്കത്തില്ല, അത് നിലത്ത് വീഴാനിടയായി തീരും. ആരും നമ്മുടെ മുമ്പിൽ നിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. യോശുവോട് പറയാ, ഞാൻ മോശയോട് എന്ന് പറഞ്ഞാൽ നിന്നോട് കൂടിയിരിക്കും, ആരും നിന്റെ മുമ്പിൽ നിവർന്ന് നിൽക്കത്തില്ല. ഒരു ദൈവ ഭയം ദേശത്തിന് നമ്മുടെ മേലിന്ന് ദേശത്തിന് ഉണ്ടാകും. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ നോർത്ത് ഇന്ത്യ അയക്കുന്ന അഭിഷക്തന്മാരുടെ മേലൊരു ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുമ്പോൾ അവരെ പിടിക്കാൻ വരുന്നവര്, അറസ്റ്റ് ചെയ്യാൻ വരുന്നവര്, കള്ളക്കേസ് കൊടുത്തവര്, കള്ളസാക്ഷി പറയുന്നവർക്ക് ഒരു ദൈവഭയം വീഴാൻ പോകുകയാ. വിശ്വസിക്കാൻ തയ്യാറാണോ? ദൈവം പ്രത്യക്ഷമായി അവിടെ ഇറങ്ങി പ്രവർത്തിക്കാൻ പോകുകയാ. Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, ഈ തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അബ്രഹാം പ്രതികരിച്ചത് വേർപാടിൽ ആരാധിക്കാൻ അവൻ തയ്യാറായി. അവന്റെ പിതൃഭവനത്തെ അവൻ വിട്ടു, അവന്റെ ചാർച്ചക്കാരെ വിട്ടു, അവന്റെ ദേശത്തെ വിട്ടു. വേർപാടിൽ ആരാധിക്കുമ്പോൾ ഇതെല്ലാം വിട്ടേ പറ്റത്തുള്ളൂ. ഇത് വിടാതിരുന്ന വേറെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പലപ്പോഴും അത് നമ്മളെ പിൻപറ്റാൻ തുടങ്ങും. ഹല്ലേലൂയ. വിട്ടുപിരിയണം. ഹല്ലേലൂയ. വിട്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. വിടാതിരുന്ന ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അപ്പൊ തേജോമയനായ ദൈവം നമുക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുകയാ. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം സംഖ്യാപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യം. എന്നാകെ അവരെ കല്ലെറിയണമെന്ന് സഭയെല്ലാം പറഞ്ഞു. അപ്പോൾ യഹോവയുടെ തേജസ് സമാഗമന കൂടാരത്തിൽ എല്ലാ ഇസ്രായേൽ മക്കൾക്കും കാണെ പ്രത്യക്ഷമായി.
നമുക്ക് ശ്രദ്ധിക്കണേ, ഇത് കനാൻ ദേശം ഉറ്റുനോക്കാനായിട്ട് 12 പേരെ അയച്ചു. അപ്പൊ അവരെങ്ങനെ ഒറ്റുനോക്കി, എല്ലാവരും ഒറ്റുനോക്കി അവിടുന്ന് വന്നപ്പോൾ അവിടെ ഉള്ള ഫലം കൊണ്ടുവന്നു, മുന്തിരിക്കൊല ചുമന്നിങ്ങനെ കൊണ്ടുവന്നു. ഒരു തണ്ടിന്മേൽ കെട്ടി, ഒരാൾ ഫ്രണ്ടിലും ഒരാൾ ബാക്കിലുമായിട്ട് ഇങ്ങനെ ചുമന്നുകൊണ്ട് വരിക. 12 പേരാണ് പോയത്. 12 പേരും വന്നു റിപ്പോർട്ട് കൊടുക്കണം. റിപ്പോർട്ട് കൊടുത്തു പോയി 10 പേരൂടെ ഭയങ്കരമായിട്ടൊരു കമ്മിറ്റി കൂടിയിട്ടാണ് തീരുമാനം എടുത്ത് പറഞ്ഞത്, നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ജനത്തെ അവർ ഇളക്കി കളഞ്ഞു. ഭൂരിപക്ഷം ചേർന്ന് എന്ത് ചെയ്യുന്നറിയാമോ? ജനത്തെ അങ്ങ് ഇളക്കി. ഒരു ന്യൂനപക്ഷം 2 പേരും കൂടെ നിൽക്കണം. അവർ ഈ ഭൂരിപക്ഷത്തിനെ കൂടെ ചേരേണ്ടതാ, പക്ഷെ ചേർന്നില്ല. അവര് പറഞ്ഞു കഴിയുമെന്ന്. വാഗ്ദത്ത ദേശത്തിൽ കടക്കാൻ കഴിയും. ഈ 10 പേര് ചേർന്ന് ദേശത്തെ ഇളക്കിയെന്നറിയാമോ? നമുക്ക് മിസ്രൈമിൽ കടന്നാൽ മതിയായിരുന്നു, ആ ചെങ്കടലിൽ വെച്ച് തീർന്നാൽ മതിയായിരുന്നു, മരുഭൂമിയിൽ പട്ടിണി കിടന്ന് ചത്താൽ മതിയായിരുന്നു. ഇവിടെ വന്ന് ചാകാനാണോ ഇത്രയും നാൾ നമ്മൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു വന്നത്? പ്രിയമുള്ളവരെ, തിരുവെഴുത്ത് പറയുന്നത് അവിടെ ജനമെല്ലാം കൂടെ കൂടി കമ്മിറ്റി കൂടിയിട്ട് മോശയ്ക്കും അഹരോനും വിരോധമായി കല്ലെറിയാൻ തീരുമാനമെടുത്തു. എല്ലാവരും ഇപ്പൊ കല്ലെടുത്തിരിക്കുക. കല്ലെടുത്ത് എറിയാനായിട്ട് തയ്യാറായി നിൽക്കുമ്പോൾ വചനം പറഞ്ഞു, യഹോവയുടെ തേജസ് സമാഗമന കൂടാരത്തിൽ എല്ലാ ഇസ്രായേൽ മക്കളും കാണുക പ്രത്യക്ഷപ്പെട്ടു. നിന്നെ ആരെങ്കിലും കല്ലെറിയുവാൻ, നിനക്ക് അപവാദം പറഞ്ഞുണ്ടാക്കാൻ, ഇല്ലാത്ത കാര്യം പറഞ്ഞ് നിന്റെ തലമുറയ്ക്ക് വിരോധമായിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പാട്ടുപാടി ആളിന്റെ റേഡിയോ പോലെ പറഞ്ഞു നടന്നാലും നീ പ്രതികരിക്കാൻ നിൽക്കേണ്ട. തേജസ് ഇറങ്ങി പ്രത്യക്ഷപ്പെടും. തേജസ് ചിലർക്ക് വേണ്ടി പ്രതികരിക്കാൻ പോകുക. തേജസ് എല്ലാ ജനവും കാണുക. ഈ പിറുപിറുത്തവരും പിറുപിറാത്തവരും എല്ലാരും കാണുക. എന്തിറങ്ങിന്നറിയാമോ? ദൈവ തേജസ് ഇറങ്ങി. മോശയ്ക്ക് പുറകിലൊരു ദൈവ തേജസ് ഇറങ്ങി നിൽക്കുക. ആണെങ്കിൽ ഇതിപ്പോ മോശ കല്ലെറിയാൻ നിന്നപ്പോൾ അവര് കണ്ട ദൈവത്തിന്റെ തേജസ്സാ. അങ്ങനെയെങ്കിൽ നമുക്ക് വിരോധമായി വരുന്ന എല്ലാ ആയുധങ്ങളും, എല്ലാ ശത്രുവിനും വിരോധമായി നമ്മുടെ പുറകിൽ ഒരു ദൈവ തേജസ് വെളിപ്പെടാൻ പോകുക. അത് കണ്ടു കഴിയുമ്പോൾ കല്ലെറിയുന്നവരെ കാണാനില്ല, പ്രശ്നം ഉണ്ടാക്കിയവരെ കാണാനില്ല. തേജസ് കണ്ടാൽ ശത്രു പരാജയപ്പെടും. നമ്മളെ വിരോധമായിട്ട്, നമ്മളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആരെല്ലാം എന്തെല്ലാം ഒരു കൂട്ടം ജനത്തെ നമുക്ക് വിരോധമായി എഴുന്നേൽപ്പിച്ചാലും ഒരു തേജസ് നമ്മുടെ മേൽ വെളിപ്പെടും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. മോശയും അഹരോനും ഇനി നമ്മളെ എറിയും, അവരെറിഞ്ഞു കളയും. കാരണം അത്രയ്ക്ക് ആൾക്കാർ റിബലായിട്ട് നിന്നുകൊണ്ടിരിക്കുക. അപ്പൊ എറിയുമെന്ന് ഉറപ്പായപ്പോൾ ദൈവത്തിന്റെ തേജസ് സമാഗമന കൂടാരത്തിൽ സകല ജനവും കണ്ട് പ്രത്യക്ഷപ്പെട്ടു. ഇന്നലെ വരെ ഒന്നിനും കൊള്ളത്തില്ലെന്നും, അല്ലേലിയ പ്രാർത്ഥിച്ച, അല്ലേലിയ പാടിയിട്ട് നിനക്ക് എന്നാ കിട്ടി? ഇവിടെ മരുഭൂമിയുടെ പ്രശ്നങ്ങൾ നടുവിലെല്ലാം കടന്ന് ഉപവാസവും പ്രാർത്ഥനയാണല്ലോ, ഒരൊറ്റ മീറ്റിങ്ങും കളയാതെ അങ്ങ് പ്രാർത്ഥനയാണല്ലോ, വിടുതൽ കിട്ടിയോ ഇല്ലയോ എന്ന് അകത്തും പുറത്തും ഉള്ളവരൊക്കെ ചോദിക്കത്തില്ലേ? അപ്പൊ ആ ദൈവത്തിന്റെ തേജസ് അതിന് മറുപടി പറയാൻ പോകുക. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? നമ്മുടെ പുറകിൽ ഒരു ദൈവ തേജസ് ഉണ്ടെന്നും ആ ഒരു തേജോമായ ഒരു ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് മറ്റുള്ളവർ കണ്ണുകൊണ്ട് കാണത്തക്ക നിലവാരത്തിൽ, അവർ കണ്ട് അനുഭവിക്കത്തക്ക നിലവാരത്തിൽ സ്വർഗം നമുക്ക് വേണ്ടി തേജോമയനായിട്ട് ഇറങ്ങി വരാൻ പോകുക. വിശ്വസിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. തേജോമയനായ ദൈവത്തിന് പിന്നെ തേജോമയനായ ദൈവത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്. തന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. അബ്രഹാം ഇന്നലെ വരെ ഉണ്ടാക്കിയതും വിറ്റതും സേവിച്ചതുമായ ദൈവത്തിനല്ല മഹത്വം, തേജോമയനായ ദൈവത്തിനാ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ വേർപാടിൽ ആരാധിക്കുവാൻ അബ്രഹാം പ്രതികരിക്കുക. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ യഹോവെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. മതി മതി മതി. വചനം പറയുന്നത് അബ്രഹാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആരോടാ പ്രാർത്ഥിക്കുന്നത്? അത്യുന്നതനായ ദൈവത്തോട്. അപ്പൊ ദൈവം അവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാ വന്നിരിക്കുന്നത്? തേജോമയനായിട്ടല്ല, അത്യുന്നതനായിട്ടാ വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അതിന് അബ്രഹാം പ്രതികരിക്കാൻ തുടങ്ങി. അബ്രഹാമിന്റെ പ്രതികരണം അത്യുന്നതനായ ദൈവത്തെ കണ്ട് ആ ദൈവത്തോട് പ്രാർത്ഥിച്ച് അബ്രഹാം എങ്ങനെ പ്രതികരിച്ചെന്നറിയാമോ? തനിക്കുള്ളതിലെല്ലാം അവൻ ദശാംശം കൊടുക്കാൻ തയ്യാറായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 14-21 നമുക്ക് കാണുന്നത് സമ്പത്തിന്റെ പുറകെ അല്ല അബ്രഹാം പോയത്, ദൈവത്തിന്റെ പുറകെയാണ് പോയത്. ഒരിക്കൽ സമ്പത്തിന്റെ പുറകെ പോയി അബ്രഹാം. എപ്പോഴെന്നറിയാമോ? ഒരു ക്ഷാമോ ഒരു കഷ്ടമൊക്കെ വന്നപ്പോ മിസ്രൈമിലേക്ക് ഇറങ്ങി ചെന്നു.
അവിടെ ചെന്നപ്പോ മിസ്രൈമിലേക്ക് ഇറങ്ങി ചെന്നപ്പോ അദ്ദേഹം പിന്നെ ഒരു ചെറിയ കള്ളമൊക്കെ പറയേണ്ടി വന്നു. അത് സംഭവിച്ചു. പിന്നെ ദൈവം ഹല്ലേലൂയ മിസ്രൈം രാജാവിനോടൊക്കെ ഇടപെട്ടപ്പോൾ സാറ നിമിത്തം കുറച്ച് കാശ് കിട്ടി, കുറച്ച് നന്മ കിട്ടി. ആ നന്മയൊക്കെ പിടിച്ച് ബാഗൊക്കെ പിടിച്ച് എന്തായാലും അബ്രഹാം പറഞ്ഞു കാണും, എടിയേ നമ്മൾ അങ്ങോട്ട് പോയതൊരു ഗുണമായി, കുറച്ച് കാശൊക്കെ കിട്ടി. മിസ്രൈമിലേക്ക് ഇറങ്ങിയ നന്മ കിട്ടും. അതുകൊണ്ടാണ് ഇസാക്കിനോട് പറഞ്ഞത്, നീ ഇത്ര കഷ്ടം വന്നാലും മിസ്രൈമിലേക്ക് ഇറങ്ങരുത്. കാര്യം അറിയാമോ, മിസ്രൈമിൽ പോയാ നിന്റെ വിശുദ്ധിയും വേർപാടും ഒന്നും പാലിക്കാൻ പറ്റത്തില്ല കുഞ്ഞെ. അതിനവിടെ നല്ല അന്തരീക്ഷമല്ല. നമ്മൾ ഒരിക്കലും അതില് മിസ്രൈമിലേക്ക് ഇറങ്ങി പോകരുത്. മിസ്രൈമിൽ നിന്ന് പോയപ്പോ എന്തോ കിട്ടിയെന്നറിയാമോ? സാറയ്ക്ക് ഒരു ദാസിയെ കൂടെ കിട്ടി. ഹാഗറിനെ അവിടുന്ന് കിട്ടിയതാ. അതാണ് വാഗ്ദത്ത സന്തതിക്ക് വിലങ്ങ് തടിയായി നിന്നൊരു സാധനം. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായെന്നറിയാമോ? ഹാഗർ നിമിത്തം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. ഹാഗർ ഗർഭിണിയായിരിക്കുമ്പോൾ മിസ്രൈമിലേക്ക് പോകാൻ അവൾ തീരുമാനമെടുത്ത് ഓടാൻ തുടങ്ങി. ദൈവം പറഞ്ഞു, നീ പോകരുത്. വഴിയിൽ വെച്ച് കണ്ടിട്ട് പറഞ്ഞു, സാറയുടെ ദാസിയായ ഹാഗരെ, നീ തിരിച്ചു പോ എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിട്ടു. നിന്റെ സന്തതി ഞാൻ വലിയ ജാതിയാക്കും എന്ന് പറഞ്ഞു. കാരണം ഇവൾ ഒരു കുഞ്ഞുമായിട്ട്, ഒരു ഗർഭിണിയായിട്ട് അവൾ മിസ്രൈമിലേക്ക് ചെല്ലുകയാണെങ്കിൽ ദൈവനാമം ദൂഷിക്കപ്പെടും. കാരണം മിസ്രൈമിലുള്ളവർ പറയും, വിളി കേട്ടിറങ്ങി ഒരു അബ്രഹാം കൊണ്ടുപോയി ഒരു കുഞ്ഞിനെ നോക്ക്, അവളെ തള്ളിക്കളഞ്ഞു, അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കി, ഇതൊരു അന്യായമായ കാര്യമാണല്ലോ എന്നൊക്കെ പറയാതിരിക്കുവാൻ ദൈവം ന്യായമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില ബലഹീനതകളും ചില തീരുമാനമെടുത്ത് ഉടച്ചിട്ട് പോലും കണക്കിടാതെ ദൈവം നമ്മളെയൊക്കെ നടത്തുന്ന ദൈവത്തിന്റെ കൃപയോർത്തി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. നമ്മുടെ കുറവുകളെല്ലാം അവിടെ കണക്കിടാൻ പോവുകയാണെങ്കിൽ ദൈവമേ നമ്മളോരും ഇവിടെ കാണത്തില്ല. നമ്മളൊരു ചെറിയ നന്മ ആർക്കെങ്കിലും കൊടുത്തിട്ട് നമ്മളത് പൊക്കി പറഞ്ഞു നടക്കുക. വേദോസം പറയുന്നു, നമ്മുടെ നീതി പ്രവർത്തികൾ ദൈവത്തിന്റെ കണ്ണിൽ അഴുക്കായ തുണിയാ. നമ്മൾ അഴുക്കായ തുണിയാണ് നമ്മുടെ വലിയ നീതി പ്രവൃത്തിയാണ് കൊണ്ട് നടക്കുന്നത്. ഒരാൾക്ക് ഒരു 1000 രൂപ കൊടുത്ത് ഒരു വിശന്നിരുന്ന ഒരു ആഹാരം മേടിച്ചു കൊടുത്ത് നമ്മൾ എന്തോ സംതൃപ്തി അടഞ്ഞാ പോകുന്നത്. പക്ഷെ വചനം പറയുന്നത്, നീ അത് ചെയ്യുന്നത് നമ്മുടെ നീതി പ്രവൃത്തികൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അഴുക്കായ തുണിയാണ്. അപ്പൊ എന്തുമാത്രം വിശുദ്ധനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവിടുന്ന് കിട്ടിയത് കുടുംബത്തിനകത്ത് ഒരു പ്രശ്നമുണ്ടാക്കി. അപ്പൊ മിസ്രൈമിലേക്ക് ഇറങ്ങിയാൽ നന്മ കിട്ടും, ദാസിയെ കിട്ടും. പക്ഷെ ഒരു കാര്യം, അതെന്നും നമുക്കൊരു വിലങ്ങുതടിയായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ, ഒരു ഹസ്ബൻഡ് മരിച്ചുപോയി. മോന് ഇപ്പം UK-ലാണ്. ഒറ്റ മോനേ ഉള്ളൂ. നല്ല പ്രായത്തിലുള്ള ഒരു ഹസ്ബൻഡ് മരിച്ചു, റെയിൽവേയിലെ ജോലിയായിരുന്നു. അപ്പൊ അവർക്ക് മോന് വിവാഹാലോചനയൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഇടയ്ക്കൊരു വിവാഹം വന്നപ്പോ ഒരു നല്ല നന്മയുണ്ട്. ഒരു വീട്, 10 ലക്ഷം രൂപ, 50 പവൻ സ്വർണം, പിന്നെ ഒരു കാറ്, ഇതൊക്കെ ഓഫർ വന്നു. അപ്പോ നന്മ നോക്കിയാൽ നല്ലതാ, പക്ഷേ ഉപദേശം നോക്കിയാൽ ഒരല്പം പെശകുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, ഉപദേശം നോക്കുന്നുള്ളൂ ഈ പാസ്റ്റർ, ഞാൻ കാശ് നോക്കുന്നില്ല പാസ്റ്ററെ, എന്റെ കുഞ്ഞിനൊരു ഉപദേശം നോക്കുന്നേ ഉള്ളൂ. കാശ് കുറഞ്ഞാലും അവര് കൊടുത്തോട്ടെ, കാശ് തന്നില്ലെങ്കിലും ഉപദേശത്തിൽ നിൽക്കുന്ന കുഞ്ഞു മതിയെന്ന്. വേറെ ആൾക്കാരാണെങ്കിൽ ചാടി വീണിട്ട് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഉപദേശത്തിൽ കൊണ്ടുവരാം, അത് കുഴപ്പമില്ല, ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് എത്രയോ എണ്ണം ചാടിയിട്ടുണ്ടെന്ന് അറിയാമോ? ചാടിയതെല്ലാം കൂട്ടത്തോട് അങ്ങോട്ട് പോയതല്ലാതെ ഒരെണ്ണം ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇടയ്ക്കൊരു പിന്നെ ഒരു കാര്യമുണ്ട് പാസ്റ്ററെ, ഒരു ആത്മാവിനെ കൂടെ ഞാനങ്ങ് നേടുമല്ലയോ. രക്ഷിക്കപ്പെടാത്ത ഒരു കുട്ടിയെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവിനെ നമ്മൾ നേടുക. അങ്ങനെ വേദോസത്തിൽ നേടിയതായിട്ട് കാണാനില്ല. എവിടൊക്കെ പോയി നേടാൻ പോയിട്ടുണ്ടോ അവരെല്ലാം അങ്ങോട്ട് പോയതല്ലാതെ. സാളമോൻ നേടാൻ പോയതാ. അങ്ങനെ ഉണ്ടെങ്കിൽ 1000 വിശ്വാസികൾ അങ്ങനെ ഉണ്ടാവേണ്ടതാ സഭയിൽ. പക്ഷെ നേടാൻ പോയത് അങ്ങോട്ടാണ് ഇവരെല്ലാം പോയത്. അവളുമാരെല്ലാം കൂടെ വശീകരിച്ച് അവരെ പരിപാടിക്ക് കൊണ്ടുപോയി, അവരെ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോയി, അവരെ പരിപാടിക്ക് കൊണ്ടുപോയി. ആശാൻ പിന്നെ പട്ടയിട്ട് പിന്നെ അതും വെച്ച് ഇതും വെച്ച് പരിപാടിയൊക്കെ കിടന്ന് ഞങ്ങളുടെ പിന്നെ ആചാരമാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരെ അവിടെ കിടന്ന് മുട്ടാനടിയാ കിടന്ന് ചെയ്യുന്നത്. അവസാനം പുള്ളി പാട്ട് പാടി നിർത്തിയറിയുമ്പോ എല്ലാം മായ. ദൈവവചനം അനുസരിച്ച് മര്യാദയ്ക്ക് ജീവിക്കുന്നതല്ലാതെ വേറെ ഒന്നുമില്ലെന്ന്. വയസ്സാം കാലത്ത് എവിടെയോ ഒരു കണ്ണാടി പുള്ളി കണ്ടു. അതുവരെ കണ്ണാടി കണ്ടിട്ടില്ല. കണ്ണാടി കണ്ടപ്പോഴാ പുള്ളിയുടെ തല നരച്ചത് പുള്ളി കണ്ടത്. പുള്ളിയുടെ തൊലിയൊക്കെ ചുളിഞ്ഞു നിൽക്കുന്നത് കണ്ടത്, നടു വളഞ്ഞിരിക്കുന്നത് കണ്ടത്.
കൈ വിറയ്ക്കുന്നത് കണ്ടത്. പിന്നെ പണ്ട് ചായയൊക്കെ കുടിക്കുമ്പോൾ കൈ വിറയ്ക്കത്തില്ലായിരുന്നു. ഇപ്പൊ വയസ്സായപ്പോ കൈ വിറയൽ തുടങ്ങി. അതുകൊണ്ടാ പറയുന്നത് ബദാം വൃക്ഷം പൂത്തിരിക്കുക. പ്രസംഗിയുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം താഴ്ന്നു നോക്കൂ, കാവൽക്കാർ കുനിഞ്ഞു. പണ്ടൊക്കെ ചാടി നിന്ന മനുഷ്യനാ ഇപ്പൊ എഴുന്നേക്കണമെങ്കിൽ അരമണിക്കൂറാ, കിടക്കണമെങ്കിൽ 1 മണിക്കൂറാ, അകത്തോട്ട് വിടുന്ന ശ്വാസം ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞായിരിക്കും പുറത്തോട്ട് വരുന്നത്. ഈ പരുവത്തിലായി മനുഷ്യൻ. അതാരും പറയും എല്ലാം മായയാണ്. ഞാൻ ഇവിടെ എല്ലാം കടന്നു പോയാലും പൊടി പൊടിച്ചിട്ടതെല്ലാം മായയാ. കുഞ്ഞെ ദൈവഹിതമില്ലാത്തടത്ത് പോയാ, എടാ ശിംശോനെ, നീ ദൈവഹിതമില്ലാത്ത ബന്ധത്തിൽ പോയാൽ അവിടുന്ന് ഒന്നിനെ നേടിയതല്ല, നിന്റെ കൃപ അവിടെ വെച്ച് നഷ്ടപ്പെടുക. വേദപുസ്തകത്തിനകത്ത് നല്ല വാക്യങ്ങളുണ്ട്. ചിലർക്ക് ദൈവം കൊടുത്തെന്ന് പറയുന്നുണ്ട്, ചിലർ എടുത്തെന്നും പറയുന്നുണ്ട്. അവരൊരു ഭാര്യ അവൻ എടുത്തു. ദൈവം കൊടുത്തു എന്ന് പറയുന്നതിന്റെ അവസാനം നിങ്ങൾ നോക്കിയേ, ആ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. താൻ എടുത്തതിന്റെ ജീവിതം നോക്കിയേ, മൊത്തം കീഴ്പോട്ടാ പോയത്. ആഹാബി എന്ന് പറഞ്ഞ എടുത്തു, നല്ല വിവാഹബന്ധമായിരുന്നു. ആഹാബ് ആരെലിയെ പോയി ഒരെണ്ണം എടുത്തു, ഇസബേലിനെ കൊണ്ടുവന്നു. അപ്പം മന്ത്രവാദിയായിരുന്നു, ഭയങ്കര സേവയുള്ള ആൾക്കാരാ. അവരെല്ലാം കൂടെ 2-3 ലോഡ് നിറച്ച് വിഗ്രഹവും പിന്നെ 4-5 ടൂറിസ്റ്റ് ബസ് നിറച്ച്, ഈ 4-5 അല്ല, ഒരു 10-15 ടൂറിസ്റ്റ് ബസ് പിടിച്ചിട്ട് മൊത്തവും മന്ത്രവാദികളെ കൊടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ആക്കി കൊടുത്തു. മക്കളെ, അപ്പന്റെ സ്വത്താ ഇതെല്ലാം വെച്ചോളാൻ പറഞ്ഞു. മോള് പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാൻ ഇവിടെ നോക്കിക്കോളാന്ന് പറഞ്ഞു. അവള് പറഞ്ഞു, ബാലിന്റെ ബലിപീഠവും അതും ഇതൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്, എവിടെ കൊണ്ട് വെക്കണം? അപ്പൊ അവിടെ ഇരിക്കുന്ന ബലിപീഠം മൊത്തം ഇടിച്ച് കളഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. ഇന്നും അനേകർ അങ്ങനെയാ. ഹല്ലേലൂയ. മക്കൾ ഇപ്പൊ പണ്ടത്തെ പോലൊന്നും അല്ല. ഞാനിങ്ങനെ ചോദിച്ചു, ഇപ്പോഴത്തെ പിള്ളേരെ എന്തിനാ അപ്പനും അമ്മയും പേടിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, എന്റെ പൊന്നു പാസേ, പണ്ടാണെങ്കിൽ 7-8 പിള്ളേരുണ്ട്, ഒരെണ്ണം പോയാൽ അവർക്കൊന്നും വിഷയമല്ല, 2 പോയാലും വിഷയമല്ല. ഞാൻ ഇപ്പൊ ചാവെന്ന് പറഞ്ഞാൽ പോയി ചാവാൻ കയറെടുത്ത് കൊടുക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പൊ 1ഉം 2 ഉള്ളൂ, പോയാൽ വലിയ വിഷമോ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ചാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ മക്കളെ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവാ. പിള്ളേരെ പേടി. ഞങ്ങള് ഒരു തമാശ രൂപേണ ഒരു കാര്യം പറയാറുണ്ട്. പണ്ടൊക്കെ ഈ ആട്ടുന്ന കല്ലൊക്കെ വെച്ച്, ഇവിടെ ആട്ടുന്ന കല്ലിനകത്ത് അതിന്റെ കൊഴുവിക്കല്ലുണ്ട്. ആ കല്ലായിരുന്നു കറങ്ങുന്നത്. ആട്ടുന്ന കല്ല് ചലിക്കത്തില്ല. എന്നും മാറ്റിയിടണമെങ്കിൽ പാരയൊക്കെ കൊണ്ട് നിളക്കി അങ്ങോട്ട് മാറ്റണം. അത് അനങ്ങത്തില്ല. ചവിട്ടിയാലും അനങ്ങത്തില്ല, തള്ളിയാലും അനങ്ങത്തില്ല. അതിന് കൊഴുവിക്കല്ല് കിടന്ന് കറങ്ങി അരിയെല്ലാം നല്ല മാവായിട്ട് മാറും. പക്ഷെ ഇപ്പോഴും ഗ്രൈൻഡർ വന്നപ്പോ കൊഴുവിക്കല്ല് അനങ്ങത്തില്ല, ഈ കല്ല് കിടന്ന് കറക്കത്തോടെ കറക്കുക. പണ്ടൊക്കെ അപ്പനും അമ്മയൊക്കെ പോയാണ് പെണ്ണ് കണ്ടോ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, മാമൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നൊക്കെ പറയും. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. പിള്ളേരുടെ ഇഷ്ടത്തിന് നമ്മൾ നിന്ന് കൊടുക്കണം. നമ്മൾ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ദൈവത്തോട് പ്രാർത്ഥിക്കേ, ദൈവം തലമുറകൾക്ക് പ്രത്യക്ഷപ്പെടട്ടെ. ദൈവത്തിന്റെ ദർശനം കുഞ്ഞുങ്ങൾ പ്രാപിക്കട്ടെ. ദാനിയേലിനെ പോലെ ദർശനമുള്ള കുഞ്ഞുങ്ങളായി മാറട്ടെ. ദർശനമുള്ള കുഞ്ഞിന്റെ പ്രത്യേകത എന്നറിയാമോ? അന്യദേശത്ത് അടിമയായി പോയവനാണെങ്കിലും ദർശനമുള്ളവൻ എവിടാ താമസം എന്നറിയാമോ? അവൻ കൊട്ടാരത്തിലാ, രാജാവിന്റെ കോയിലകത്ത് അവൻ പാർക്കുന്നത്. ആ ദേശത്തുള്ള അറിയപ്പെടുന്ന ശകുനവാദികളും മന്ത്രവാദികളും അവരൊന്ന് ഭയങ്കര ഡിമാൻഡുള്ളവരാ. അവർ ബോർഡും അവരുടെ ഡിഗ്രി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ദർശനമില്ലാത്തവന്റെ വീടുകൾ കുപ്പക്കുന്നായപ്പോൾ ദർശനമുള്ള അന്യദേശത്ത് പോയ അടിമയായ ദാനിയേല് രാജാവിന്റെ കൊട്ടാരത്തിലാണ് പാർക്കുന്നത്. തലമുറകൾ ഏത് രാജ്യത്താണെങ്കിലും കൊട്ടാര സമമായ മാന്യത ദൈവം കൊടുക്കുവാൻ തലമുറകൾ തീരുമാനത്തിൽ നിൽക്കണം. ദർശനമുള്ള കുഞ്ഞുങ്ങളായി മാറണം. രാജാവിന്റെ വിഷയം വരെ ദാനിയേലിന്റെ മുമ്പിൽ വരും പ്രാർത്ഥിക്കാൻ. ദർശനമുള്ള തലമുറകളായി മാറുവാൻ ഇന്ന് പകൽ എത്ര പേര് പ്രാർത്ഥിക്കും? ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? നമുക്ക് തലമുറയ്ക്ക് വേണ്ടി ഒന്ന് പറയാം. കർത്താവേ, എല്ലാ കണ്ണും ഒന്ന് അടച്ചാട്ടെ. ദൈവം എന്നെ പ്രേരിപ്പിക്കുക തലമുറയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. നമ്മൾ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. നമ്മുടെ തലമുറകൾ എവിടെയായിരിക്കട്ടെ, പിന്മാറ്റത്തിലായിരിക്കട്ടെ, അനുസരിക്കാത്ത തലമുറയായിരിക്കട്ടെ, ഇന്ന് പകൽ ദൈവത്തിന്റെ കരങ്ങളിൽ കർത്താവേ അവനൊരു ദർശനം കൊടുക്കണമേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? ശൗലിന് ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് ദർശനം കൊടുത്ത ദൈവം അവരെ പൗലോസാക്കി മാറ്റിയെങ്കിൽ 1000 അവസ്ഥയെന്നും എതിരാക്കി സഭ പൊളിക്കുന്നവനെ സഭ പണിയുന്നവനാക്കി മാറ്റിയെങ്കിൽ ഈ ദിവസങ്ങളിൽ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയുടെ അതേ ഓപ്പോസിറ്റായി പോകുന്ന തലമുറകൾ യൂട്ടേൺ അടിച്ച് തിരിച്ചു വരത്തക്ക നിലവാരത്തിൽ സ്വർഗം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നോക്ക്, ഈ അത്യുന്നതനായ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ലോത്തിന് സോദോം രാജാവും ഗോമോറ രാജാവും അങ്ങനെ 4-5 രാജാക്കന്മാർ ചേർന്ന് 5 രാജാക്കന്മാർ 4 രാജാക്കന്മാർ നേരെ യുദ്ധത്തിന് പോയി.
യുദ്ധത്തിന് പോയപ്പോ ഈ സോദോം ഗോമോറയിലുള്ള ഈ രാജാവ് ഓടിക്കളഞ്ഞു, ഓടി കീഴ്ക്കുഴിക്കകത്ത് വീണു. അവിടെ ഈ ആൾക്കാർക്ക് ഈ ആനയൊക്കെ പിടിക്കുന്ന ആനത്താര എന്നൊക്കെ പറയുന്നത്, കുഴി വെട്ടി വെച്ചിട്ട് മേളിൽ മണ്ണൊക്കെ ഇട്ട് വെക്കുന്ന പോലെ അവിടെ കീഴിലുള്ള ടാറിന്റെ കുഴികൾ ഉണ്ടാക്കി വെക്കും. അതിനകത്ത് മറിഞ്ഞു വീണ് ഇയാളുടെ ദേഹത്തെല്ലാം ടാറായി, സോദോൻ രാജാവിന്റെ ദേഹത്തെല്ലാം കരിയോയിലായി. ഇങ്ങനെ പുള്ളി ഓടിച്ചു നടക്കുക. ഓടിപ്പോയി സോദോമിനുള്ള നന്മയെല്ലാം കൊണ്ടുപോയി, ലോത്തിനെയും അവന്റെ ഭാര്യയും മക്കളെയും നന്മയെല്ലാം പിടിച്ചോണ്ട് പോയി. അബ്രഹാമിന് അറിവ് കിട്ടിയപ്പോൾ തന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്ന 318 അഭ്യാസികളെ കൊണ്ട് അബ്രഹാം പോയി അടിച്ച് അതിനെല്ലാം തോൽപ്പിച്ച് നഷ്ടപ്പെട്ട നന്മ, സോദോമിന്റെ നന്മയെല്ലാം തിരിച്ചു കൊണ്ടുവന്നപ്പോ ഈ കരിയോയിൽ വീണ ഈ രാജാവ് ഒന്ന് പറയുക, അബ്രഹാമേ, അയ്യോ സാറേ, നിങ്ങൾ വലിയ ആളാ, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ നന്മയെല്ലാം എടുത്തോളാൻ പറഞ്ഞു. മിസ്രൈമിൽ പോയി നന്മ പ്രാപിച്ചതിന്റെ ക്ഷീണം ഇതുവരെ അബ്രഹാമിന് മാറിയിട്ടില്ല. അടുത്തൊരു ക്ഷാമത്തിൽ മിസ്രൈമിലെ നന്മ മൊത്തം തീർന്നു പോയി. അതുകൊണ്ട് ഇപ്പൊ സോദോമിന്റെ നന്മയ്ക്കുള്ള ഓഫർ വന്നിരിക്കുക. ഈ ദൈവവിളി കേട്ട് ഇറങ്ങുന്നവന് പല വഴികളിലും ഓഫർ വരും കേട്ടോ. അറിയില്ല, കാരണം എന്നറിയാമോ, എങ്ങനെങ്കിലും നമ്മളെ ആ ദൈവികമായ തേജസ്സിൽ നിന്ന്, ആ വെളിപ്പാടിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയാൻ. ഒരിക്കൽ എസ്തർ പ്രാർത്ഥിക്കുക, രാജാവിന്റെ മുൻപിൽ പോകാൻ അർഹതയില്ല, പക്ഷേ രാജാവിന്റെ മുൻപിൽ പോയേ പറ്റത്തുള്ളൂ. ഒരു ദർശനം, ഒരു പ്രാർത്ഥന വിഷയം കൊണ്ട് എന്റെ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ, ഉപവസിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ഉപവാസത്തോടെ രാജാവിന്റെ മുമ്പിലോട്ട് പോകുക. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ ചെങ്കോൽ നീട്ടും. ഇത് രണ്ട് കാര്യമേ ഉള്ളൂ, രണ്ട് ചോയ്സാ. അല്ലെങ്കിൽ എന്തും വരട്ടെ, മരിക്കണമെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞ് രാജാവിന്റെ മുമ്പിൽ ചെന്നപ്പോൾ രാജാവിന് മനസ്സിലുണ്ടായി ചെങ്കോല് നീട്ടി. അവൾ അതിന്റെ അറ്റത്ത് തൊട്ടപ്പോൾ രാജാവിന്റെ ചോദ്യം, രാജാവ് നിന്റെ അപേക്ഷ എന്തെന്നല്ല ചോദിച്ചത്. രാജാവ് പറയുക, എസ്തറേ, നീ എന്ത് ചോദിച്ചാലും തരും, രാജ്യത്തിന്റെ പകുതിയാണെങ്കിലും ഞാൻ തരും. അവളുടെ വിഷയം അവന്റെ ജനത്തിന്റെ വിടുതലാ. ഇപ്പൊ പിശാചി വെച്ച ഓഫർ എന്തെന്നറിയാമോ? ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതെ അന്യദേശത്ത് നിന്ന് അടിമയായി വന്നവള് ഇപ്പൊ രാജ്യത്തിന്റെ പകുതി കിട്ടുമെന്ന് പറഞ്ഞാൽ ആരാ മേടിക്കാത്ത? ഇങ്ങനെ ചില ഓഫറുകൾ പിശാച് നമ്മുടെ ഉപയോഗിക്കുമ്പോൾ അവളത് തള്ളിക്കളഞ്ഞു. രാജാവേ, എനിക്ക് രാജ്യത്തിന്റെ പകുതി വേണ്ട, ഒരു അല്പം പോലും വേണ്ട, മൊത്തം തന്നാലും എനിക്ക് വേണ്ട, എന്റെ ജനത്തിന്റെ വിടുതലാണ് എന്റെ ദർശനം. ഒരാത്മഭാരം നമ്മുടെ ഉള്ളിൽ കയറി വന്നാൽ, പ്രിയമുള്ളവരെ, നമ്മൾ ഒരു ഓഫറിന്റെ മുമ്പിലും വീഴത്തില്ല, ആ ദർശനത്തിന്റെ പുറകെ പോകും. അതുകൊണ്ട് ആ പൗലോസ് ഒരിക്കൽ പറഞ്ഞ, അഗ്രിപ്പാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. വേണമെങ്കിൽ പൗലോസ് അവരുടെ കൂടെ നിന്ന്, പുരോഹിതന്മാരുടെ കൂടെ പാരമ്പര്യത്തിന്റെ പുറകെ പോയാൽ പൗലോസിന് ഇഷ്ടം പോലെ നന്മയും ശുശ്രൂഷകളും അധികാരവും ഒക്കെ കൊടുത്തവർ പൊക്കി വെക്കും. അതെല്ലാം കളഞ്ഞിട്ട് ദർശനത്തിന്റെ പുറകെ പോകുന്ന ഒരു മനുഷ്യനെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. യേശു കഴിഞ്ഞാൽ പൗലോസിന്റെ ശബ്ദമാണ് ഏറ്റവും കൂടുതൽ ദൈവസഭയ്ക്ക് പ്രതിധ്വനിച്ചത്. അങ്ങനെയെങ്കിൽ ആ ശബ്ദത്തിന്റെ ഉടമ പറയുകയാണ്, ഞാൻ ലാഭമായതൊക്കെയും ഛേദമെന്നെണ്ണി ഞാൻ ക്രിസ്തുവിനെ നേടാൻ പോകുകയാ, മരിച്ചുവിടുന്ന ഒരു പുനരുത്ഥാനം പ്രാപിക്കാൻ പോകുകയാ. എന്റെ ദർശനമതാ. ദർശനമുള്ളവന്റെ കപ്പൽ പൊളിഞ്ഞാൽ അവൻ പേടിക്കുകയല്ല. ദർശനമുള്ളവൻ വെലിയിച്ചാൽ ഒതുങ്ങുമെന്ന് പറഞ്ഞാൽ പേടിക്കുകയല്ല. അവിടുന്ന് ദൈവം പുറപ്പെടുവിക്കാൻ വേറെ വഴി തുറക്കും. എവിടെങ്കിലും കുടുങ്ങിപ്പോയി ആരെങ്കിലും ഉണ്ടോ? ദർശനമുള്ളവര് അറിയാത്ത സ്ഥലങ്ങളിൽ കുടുങ്ങിപ്പോയി, അയ്യോ ഈ കമ്പനി ജോലിക്ക് പോകണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ ആരും പോകണ്ടായിരുന്നു, ഈ ദേശത്ത് രാജ്യത്ത് പോകണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കുടുങ്ങിക്കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ദർശനത്തിന് വേണ്ടി നീ ദർശനത്തെ ഒന്ന് താലോലിക്ക്, ദർശനത്തെ ഒന്ന് പൊടിതട്ടിയെടുക്കുന്നേ. അവിടുന്ന് നിനക്കൊരു പുറപ്പാട് ദൈവം തരാൻ പോകുക. ചിലരെ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് പറിച്ചു നടാൻ പോകുക. ദൈവം നിന്നോട് പറഞ്ഞ സ്ഥലത്തേക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിക്കാൻ പോകുക. നിന്റെ തലമുറയോട് പറഞ്ഞ സ്ഥലത്തേക്ക് അവനെ അവിടുന്ന് പുറപ്പെടുവിക്കുക. ചില അലക്സാണ്ട്രിയൻ കപ്പൽ ഒരിക്കലും വരാത്ത സ്ഥലത്ത് ചില കപ്പൽ കൊണ്ട് അടുപ്പിക്കാൻ എന്റെ ദൈവം മതിയായ ദൈവമാ. പൊളിഞ്ഞൊരു കപ്പലല്ല അവിടെ വന്നത്. ഇന്നലകൾ പോലെ പകുതി പൊളിഞ്ഞൊരു കപ്പലല്ല ഇപ്പൊ മെലീത്ത ദ്വീപിൽ വന്നിരിക്കുന്നത്. അതിൽ പൊളിയാത്ത നല്ല ഫ്രഷായ ഒരു കപ്പൽ അവിടെ വന്നു, ഒരു അലക്സാണ്ട്രിയൻ കപ്പൽ അവിടെ വന്നു. അതിൽ പൗലോസിനെ കയറ്റിക്കൊണ്ട് പോകുക. തകർന്നു എന്ന് ചിന്തിക്കുന്ന മേഖലയിൽ ഒരു പുതിയ വഴി ദൈവം തുറക്കാൻ പോകുക. ഒരു പുതിയ വഴികളെ തുറന്ന് അതിന് പോകേണ്ടുന്ന വഴികളും നന്മകളും ദൈവം ഒരുക്കി തരാൻ പോകുക. തീർന്നിട്ടില്ല കേട്ടോ. ദൈവം പറഞ്ഞു തീർന്നിട്ടില്ല. നമ്മുടെ കണക്കൂട്ടിലൊക്കെ ദൈവം മാറ്റാൻ പോകുക. ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ദൈവം നിറവേറ്റാൻ ശക്തനായ ദൈവമാ. ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ എത്ര പേർ തയ്യാറാകും? സമയം ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ അബ്രഹാം പറഞ്ഞു, സോദോം രാജാവേ, നിന്റെ ചെരുപ്പും വേണ്ട, ചെരുപ്പിന്റെ വാറും വേണ്ട, എനിക്കൊരു ചരട് പോലും വേണ്ട. എനിക്ക് എന്റെ സഹോദരനുള്ളത് മാത്രം മതി. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും ശത്രു അപകരിച്ചു കൊണ്ടുപോയ നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ രക്തബന്ധങ്ങൾ പലതും ഈ ദിവസങ്ങളിൽ ശത്രുവിന്റെ കയ്യിൽ അകപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതം കൊണ്ട് ചിലരെ ദൈവം തിരിച്ചു തരാൻ പോകുക.
നഷ്ടപ്പെട്ടു എന്ന് വിധി എഴുതിയതും പിന്മാറ്റത്തിൽ പോയതും അങ്ങനെ ഒരിക്കലും മടങ്ങി വരാതെ കൊണ്ട് നിന്റെ കുടുംബത്തിൽ നിന്ന് അകന്നു പോയത് ഈ ദിവസങ്ങളിൽ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. അബ്രഹാമിന് ഇതിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ അബ്രഹാമിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിയവന്റെ മേൽ ഒരു ചിന്തയുണ്ട്, കൂടെ പുറപ്പിന്റെ കൂടെ ഒരു ചിന്തയുണ്ട്. എന്റെ രക്തമാണവൻ, അവന്റെ നന്മ നഷ്ടപ്പെടുമ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചിലതിന്റെ നടുവിൽ ഇരിപ്പുണ്ട്. അവർ നിങ്ങളോട് വലിയ സഹകരണം കാണിക്കുന്നില്ലെങ്കിലും നിങ്ങൾ അവർക്ക് വേണ്ടി കരയുന്നവരാ. അയ്യോ എന്റെ സഹോദരൻ, എന്റെ സഹോദരന്റെ കുഞ്ഞുങ്ങള്, അയ്യോ എന്റെ സഹോദരിയുടെ കുഞ്ഞുങ്ങള്, എന്റെ പപ്പയുടെ ആളില് ചിറ്റപ്പന്റെ വലിയ പപ്പ, ഈ പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നടുവിലോട്ട് ഇരിപ്പുണ്ട്. ദൈവാത്മാ പറയുന്നു, അവരുടെ നഷ്ടപ്പെട്ടത് നന്മ മടക്കിയെടുക്കുവാൻ സ്വർഗം പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന ഒരായുധമായി മാറാൻ പോകുകയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പ്രതികരിക്കാൻ തുടങ്ങി. അബ്രഹാം പ്രതികരിച്ചത് അവൻ ദശാംശം കൊടുക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. നോക്കണമേ, ഹല്ലേലൂയ. ശത്രുവിനെ ജയിച്ചടക്കി കയ്യിലേൽപ്പിച്ചത് കൊണ്ട് ഹല്ലേലൂയ അവൻ അപ്പവും മൽക്കിസദേക്ക് എന്ന് പറയുന്ന ഒരാള് തന്നെ എതിർപെട്ട് വരികയാ. എതിർപെട്ട് വന്ന അപ്പവും വീഞ്ഞും അവൻ കൊടുത്തു. നോക്കണമേ, ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവത്തെ കണ്ടപ്പോൾ അവന് കിട്ടിയത് ഒരു വലിയ ജയമാണ്. 318 പേരെ കൊണ്ടുപോയിട്ട് രാജാക്കന്മാരെ, ഒന്നിലധികം രാജാക്കന്മാരെ അടിച്ച് നിരപ്പാക്കി നന്മ കൊണ്ടുവരുന്നെങ്കിൽ അല്പം കൊണ്ട് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് അബ്രഹാം പ്രതികരിച്ചത്, എനിക്ക് ലഭിക്കുന്നതിൽ ദശാംശം ഞാൻ കൊടുക്കും. അബ്രഹാമിന് മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊടുത്ത് സ്വീകരിക്കുവാനിടയായി. അത് കർത്തൃമേശ കാണിക്കാൻ പ്രിയമുള്ളവരെ, അന്ന് തുടങ്ങിയതാ കർത്തൃമേശ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പവും വീഞ്ഞും കൊടുത്തതുപോലെ ഈ ദിവസങ്ങളിൽ ആരുടെയൊക്കെയോ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ചില പുതിയ ജീവൻ തരാൻ പോകുകയാ. കർത്താവിന്റെ ശരീരവും കർത്താവിന്റെ രക്തമൊക്കെ ഭക്ഷ്യം നല്ല ജീവൻ ഉണ്ടാകുമെന്നേ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6 പറയുന്നത്, എന്റെ മാംസവും എന്റെ രക്തവും കുടിക്കാത്തവരിൽ ജീവനില്ല. ആത്മീക മരണത്തെ, ആത്മീക മനുഷ്യൻ ക്ഷീണിച്ചിരിക്കുന്ന ചിലരുടെ ആ ക്ഷീണം ദൈവം മാറ്റാൻ പോകുന്ന ദിവസങ്ങളില് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നെങ്കിൽ കർത്തൃമേശ എടുക്കുമ്പോൾ നിങ്ങൾ ശാരീരികമായ ചില കെട്ടുകൾ നിങ്ങൾ അടിക്കാൻ തുടങ്ങും. ചില ആത്മീക മരണത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കാൻ തുടങ്ങിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പറയുക, ഉയരത്തിലുള്ള നന്മ ഞാൻ നിനക്ക് തരും. അബ്രഹാമിനെ വിളിച്ച് കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞു, മുകളിലോട്ട് നോക്കാൻ പറഞ്ഞു, നക്ഷത്രത്തെ എണ്ണാൻ പറഞ്ഞു. എണ്ണാൻ പറ്റുന്നില്ല. കണക്കല്ലേ മണ്ണെണ്ണാമോ? എണ്ണാൻ പറ്റത്തില്ല. നക്ഷത്രം എണ്ണാൻ തുടങ്ങി. അവർ ഊപ്പാട് വരികയാ. നക്ഷത്രം എണ്ണാൻ പറ്റത്തില്ല. ചെല്ലൊക്കെ പറയുന്നുണ്ട്, നിന്നെ ഞാൻ നക്ഷത്രം എണ്ണിക്കുമെന്ന്. ഈ നക്ഷത്രം എണ്ണിക്കുമെന്ന് അബ്രഹാമിനെ നക്ഷത്രം എണ്ണിച്ചു ദൈവം. എന്നിട്ട് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് വിധി. കൈ ഉയർത്തി പറഞ്ഞു, 2 കൈ ഉയർത്തിട്ട് പറഞ്ഞു, എന്റെ പൊന്നു ദൈവമേ, എന്നെ കൊണ്ട് എണ്ണാൻ പറ്റത്തില്ല. നിന്നെ ഉയരത്തിലെ നന്മ കൊണ്ട് ഞാൻ അനുഗ്രഹിക്കും. ഈ ഭൂമിയിലെ നന്മ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇതിന്റെ അർത്ഥമാണ് ഉയരത്തിലെ നന്മ, ആത്മീക നന്മകളും ഭൗമിക നന്മകളും തമ്മിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങും. അബ്രഹാമേ, ഉൽപ്പത്തി പുസ്തകം 15:1 പറയുന്നത്, ഭയന്നിരുന്ന അബ്രഹാമിനോട് പറയുക, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയം, നിന്റെ അതിമഹത്തായ പ്രതിഫലമാ. ദൈവം അബ്രഹാമിന്റെ ഭയത്തെ മാറ്റി. ഈ 318 എണ്ണത്തിനെയും കൊണ്ടുപോയി രാജാക്കന്മാരെ തോൽപ്പിച്ച് നന്മ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഈ ഓടിയ രാജാക്കന്മാർ പരാജയപ്പെട്ടത് പറയും, ആരാണ് ഈ യുദ്ധം ചെയ്തത്? എത്ര പേര് വന്നു? ഏത് രാജാക്കന്മാരാ വന്നത്? രാജാക്കന്മാരും വന്നതല്ല, ഒരു വീട്ടിൽ കിടന്ന അഭ്യാസികളുമായിട്ട് വന്നാൽ നമ്മളെ അടിച്ചത്. ഇവന്മാരെ വിടരുതെന്ന് പറഞ്ഞ് അവന്മാര് തിരിച്ചു വരാൻ ചാൻസ് കൂടുതലുണ്ട്. പൂർവാധിക ശക്തിയോട് അബ്രഹാമിനെ ഉപദ്രവിക്കാൻ വരാൻ ചാൻസ് ഉണ്ട്. അബ്രഹാമിനെ കീഴടക്കാൻ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് അബ്രഹാമിന് സ്വാഭാവികമായ ഭയമുണ്ടായി. എന്നെ ആര് സംരക്ഷിക്കും? സോദോം രാജാവ് സംരക്ഷിക്കുമോ? ഇല്ല. അവൻ നന്മ കിട്ടിക്കൊണ്ട് അവന്റെ പണി നോക്കിപ്പോയി. അബ്രഹാമെ, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ ആരുമില്ല. ഒറ്റയ്ക്കിരുന്ന് അബ്രഹാമിന് ഭയം വന്നപ്പോൾ ദൈവം പറയുക, നീ ഒറ്റയ്ക്കല്ല, അന്ന് നിനക്ക് പ്രത്യക്ഷപ്പെട്ട തേജോമായ ദൈവം, ഇന്ന് ഞാൻ അത്യുന്നതനായി ഞാൻ നിന്റെ അരികിൽ ഇറങ്ങി വന്ന് പറയുകയാണ്, ഞാൻ നിനക്ക് ചുറ്റും പരിചയമാണ് അബ്രഹാമേ, ഞാനാ നിന്നെ സംരക്ഷിക്കുന്നത്. ഇന്ന് ദൈവിക സംരക്ഷണം ചില കുടുംബത്തിൽ ദൈവം തരാൻ പോകുകയാ. ചില വ്യക്തികൾക്ക് ദൈവിക സംരക്ഷണം ഉണ്ടാകാൻ പോകുകയാ. നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിൽ, കോളേജിൽ തലമുറയ്ക്ക് ഒരു സംരക്ഷണം കൊടുക്കാൻ പോകുകയാണ്. പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുന്ന ചില ജോലി സ്ഥലത്ത് തലമുറയ്ക്ക് ഒരു സംരക്ഷണമായി ദൈവം ഇറങ്ങാൻ പോകുകയാ. അതോടെ നമ്മുടെ ഭയം മാറാൻ പോകുകയാ. ഭയം മാറ്റി ദൈവിക സംരക്ഷണം ഉണ്ടെന്ന് പറഞ്ഞ് പറയുക, ആര് നിന്നെ അനുഗ്രഹിക്കും? സോദോമിന്റെ നന്മ നിനക്ക് ഇഷ്ടംപോലെ കിട്ടേണ്ടതാ, പക്ഷെ അത് വേണ്ടാന്ന് വെച്ചപ്പോൾ ദൈവം പറയുക, ഞാൻ നിന്റെ പ്രതിഫലമാകുഞ്ഞേ. അത് അർഹതയില്ലാത്ത നന്മ വേണ്ടാന്ന് വെച്ചാൽ ദൈവം മാനിക്കുന്ന ദൈവം നമ്മുടെ അനുഗ്രഹമായി ഇറങ്ങി വരും. ദൈവം അനുഗ്രഹമായി ഇറങ്ങി വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ അല്പം വേഗത്തിൽ പോകുക, ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ സമയമായി വരികയാണല്ലോ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 17:1 വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്, വീണ്ടും അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെടുന്നു.
തേജോമയന ദൈവമായിട്ടല്ല, അത്യുന്നതനായിട്ടല്ല പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ വന്നിരിക്കുന്നത് സർവശക്തനായി. ഐ എം ദ ഓൾ മൈറ്റി. ഞാൻ സർവശക്തനായിട്ടാ ഇപ്പൊ വന്നിരിക്കുന്നത്. എന്തിനാ അബ്രഹാമേ ദൈവം നിന്റെ മുമ്പിൽ സർവശക്തനായിട്ട് ഇറങ്ങിയത്? നിന്റെ ജീവിതത്തിൽ അസാധ്യമായ ഒരു കാര്യം ഞാൻ ഇവിടെ സാധിപ്പിക്കാൻ പോകുകയാ. അവിടെ ഞാൻ തേജോമയനായിട്ട് ഇറങ്ങിയ പറ്റത്തില്ല, സർവശക്തനായി ഇറങ്ങിയേ പറ്റത്തുള്ളൂ. ഇന്ന് പകൽ ചില ജീവിതങ്ങളുടെ മേൽ സർവശക്തനായി ഇറങ്ങി വരും. നമ്മളെ കൊണ്ട് കഴിയാത്തതും മെഡിക്കൽ സയൻസ് വിധി എഴുതിയതും അതിൽ ഇനി ഒരിക്കലും വിടുതലില്ലെന്ന് വിധി എഴുതിയുമായ ചില വിഷയത്തിന് മേൽ പരിഹാരം തരുവാൻ സർവശക്തനായി ദൈവം ഇറങ്ങി വരികയാ. അതിന് ദൈവം സർവശക്തനായി ഇറങ്ങിയിട്ട് പറയുകയാണ്, നമുക്ക് ഞാൻ നിന്നോടുള്ള ഒരു നിയമത്തെ ഞാൻ സ്ഥാപിക്കാൻ പോകുകയാ. ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുകയാ. കുഞ്ഞുങ്ങളില്ല, അവിടെ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുകയാ. അബ്രഹാമിന്റെ പേര് മാറ്റി, സാറയുടെ പേര് മാറ്റി ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. അബ്രഹാം എന്ത് ചെയ്തെന്നറിയാമോ? അബ്രഹാം അഗ്രചർമ്മം ചെയ്തു. അബ്രഹാമിന്റെ വീട്ടിലുള്ള എല്ലാവരും അഗ്രചർമ്മം ചെയ്തു. അവിടെ ഒരു വേദനയെ കാണിക്കുന്നു, ഒറ്റപ്പെടുതൽ കാണിക്കുന്നു. പക്ഷേ സർവശക്തനായ ദൈവമാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഒറ്റപ്പെടുതൽ വരാം, ആദ്യം വേദന ഉണ്ടാകാം, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇറങ്ങി വന്ന ദൈവത്തിന്റെ പേര് സർവശക്തനാകട്ടോ. ഹല്ലേലൂയ. നീ കരയുന്ന വിഷയത്തിന് എന്റെ ദൈവമേ, എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ആ ഒരു വിഷയത്തിന് വിടുതൽ ഉണ്ടാകത്തില്ലല്ലോ എന്ന് പലപ്പോഴും നമ്മള് വിധി എഴുതി ആ വിഷയത്തെ ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് മാറ്റിവെച്ച ചില വിഷയത്തെ തമ്പുരാൻ ഈ ദിവസങ്ങൾ കയ്യിലെടുക്കാൻ പോവുകയാ. അത് സർവശക്തനായി നിനക്ക് പ്രത്യക്ഷപ്പെടാൻ പോവുകയാ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ മുൻപിൽ അവൻ ഏൽപ്പിക്കാൻ തയ്യാറായി. അവൻ പരിച്ഛേദന ഏറ്റു. പ്രതികരിച്ചത് എങ്ങനെയാ? പരിച്ഛേദന. പഴയ നിയമത്തിൽ പരിച്ഛേദന ഏറ്റെങ്കിൽ പുതിയ നിയമത്തിൽ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം ഹല്ലേലൂയ 3-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ ഹൃദയത്തിന്റെ പരിച്ഛേദനയാ. പുതിയ സൃഷ്ടിയാ, പുതിയ സൃഷ്ടിയാകുന്ന പുതിയൊരു മനുഷ്യനായി മാറുകയാ. അങ്ങനെ ദൈവം പ്രത്യക്ഷപ്പെടുകയാ, സർവശക്തനായി പ്രത്യക്ഷപ്പെടുകയാ. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവം നമുക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടാൻ പോകുകയാ? ഉൽപ്പത്തി 22 വായിക്കുന്ന കാണാൻ നിത്യനായ ദൈവമായി പ്രത്യക്ഷപ്പെടുന്നു. ഹല്ലേലൂയ. ഉൽപ്പത്തി 18-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാ, വേറെ വാഗ്ദത്തം നിറവേറ്റുന്നവനായി പ്രത്യക്ഷപ്പെടുകയാ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ കരുതുന്ന ദൈവമായി ഇറങ്ങി വരും. ചിലരുടെ ജീവിതത്തിൽ ദൈവം ഒരിക്കൽ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ പിതാക്കന്മാരുടെ ദൈവം എന്നെ അയച്ചെന്ന് മിസ്രൈമിച്ചെന്ന് പറയുമ്പോൾ നിന്റെ ജനം എന്നോട് ചോദിക്കും, ആ ദൈവത്തിന്റെ പേരെന്തുവാ? മിസ്രൈമിൽ ഒത്തിരി ദൈവങ്ങളുണ്ട്, എല്ലാത്തിനും പേരുമുണ്ട്. അപ്പം ഈ ദൈവം പിതാക്കന്മാരുടെ ദൈവത്തിന്റെ പേരെന്താ? അടിമയായി കിടന്നതുകൊണ്ട് അവർക്ക് നല്ല മനസാക്ഷിയില്ല, അവർക്ക് നല്ല ആരാധനയില്ല. അവർ കാണുന്നതെല്ലാം മിസ്രൈമിന്റെ ആരാധനകൾ മാത്രമാണ്. ഇവർക്കൊരാചാരമോ യാഗപീഠമോ ഒന്നുമില്ല. അങ്ങനെ 430 സംവത്സരം ഓടിപ്പോയി. പക്ഷെ അതിന് നടുവിൽ ഒരു പിതാക്കന്മാരുടെ ദൈവം ഉണ്ടെന്ന് പറയുമ്പോൾ അതിന് പേര് ചോദിക്കുക. അബ്രഹാം സ്വാഭാവികം, മോശ ചോദിച്ചത് കറക്റ്റാണ്. ജനം ചോദിക്കും പേരെന്താണെന്ന്. അപ്പൊ ഞാൻ എന്ത് പറയണമെന്ന് ദൈവത്തോട് ചോദിച്ചപ്പോ ദൈവം പറഞ്ഞു, ഞാൻ ആരോട് ഉപമിക്കണം? എനിക്ക് സമമായി ഞാൻ തന്നെ ഉള്ള അബ്രഹാമേ, മോശയെ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ചെന്ന് പറയാൻ പറഞ്ഞു. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്നും നമ്മുടെ ജീവിതത്തിൽ ദൈവം അങ്ങനെ തന്നെ വെളിപ്പെട്ടു വരും. ഞാനാകുന്നവൻ ഞാനാകുന്നു, ദൈവത്തിന് സമമായി ദൈവം മാത്രമേ ഉള്ളൂ. അതിന്റെ അർത്ഥം ഞാൻ നിനക്ക് നീ ചെങ്കടലിന്റെ മുമ്പിൽ വഴിമുട്ടി നിൽക്കുമ്പോൾ വഴി തുറക്കാൻ ഒരു കിഴക്കൻ കാറ്റായി ഞാൻ ഇറങ്ങി വരും. നീ ജീവിതത്തിൽ ഇരുട്ടിലാകുമ്പോൾ ഒരു മേഘസ്തംഭമായി ഞാൻ ഇറങ്ങി വരും. നീ വെയിൽ കൊള്ളാതിരിക്കുവാൻ ഇരുട്ടിലിരിക്കുമ്പോൾ അഗ്നിസ്തംഭമായി ഇറങ്ങി വരും. വെയിൽ കൊള്ളാതിരിക്കുവാൻ മേഘസ്തംഭമായി ഇറങ്ങി വരും. ജീവിതത്തിൽ കയ്പ് വരുമ്പോൾ ഒരു ബദാം വൃക്ഷത്തിന്റെ കൊമ്പായി ഞാൻ ഇറങ്ങി വരും. വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ തീക്കൽ പാറയായി ഞാൻ ഇറങ്ങി വരും. വിശക്കുമ്പോൾ മഞ്ഞയായി ഇറങ്ങി വരും. നീ ഇറച്ചിക്കും ആ കാടയായി ഞാൻ ഇറങ്ങി വരും. അങ്ങനെയെങ്കിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം നമുക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടാൻ പോവുക? ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ഒരു കിഴക്കൻ കാറ്റായി ദൈവം ചിലർക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടാൻ പോവുക. എന്തിനെന്നറിയാമോ? ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന് വഴിമുട്ടി നിൽക്കുന്ന ചിലർക്ക് ചില പുതിയ വഴികളിലേക്ക് ദൈവം തുറക്കാൻ പോവുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ജീവിതം കയ്പിന്റെ അനുഭവത്തിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഇതാ ഒടിച്ചുരിക്കപ്പെട്ടൊരു കൊമ്പായി നിങ്ങളുടെ ജീവിതത്തിൽ കയ്പിലേക്ക് തമ്പുരാൻ വീഴാൻ പോവുകയാ. ആ കൊമ്പ് കാൽവരി ക്രൂശിലുണ്ട് പ്രിയമുള്ളവരെ. ഒരു കൊമ്പൊടിക്കുമ്പോൾ അതിൽ നിന്ന് കറ പുറത്തു വരും. അത് ഒടിച്ച് 2 സൈഡ് ഒടിച്ച് കൊമ്പാക്കി മാറ്റുമ്പോൾ അതിന്റെ തോൽ ഉരിക്കപ്പെടും. അങ്ങനെ ആ കയ്പേറിയ വെള്ളത്തിൽ കൊമ്പ് വീണപ്പോൾ ആ
ആ വെള്ളത്തിൽ കയ്പിൽ വീണപ്പോൾ അത് മധുരമായതുപോലെ കാൽവറി ക്രൂസിൽ തകർക്കപ്പെട്ടൊരു കൊമ്പുണ്ട്, അത് തോലുരിക്കപ്പെട്ടൊരു കൊമ്പുണ്ട്. ആ കൊമ്പ് നമ്മുടെ കയ്പിന്റെ അനുഭവത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ അതേ കയ്പ് നിനക്ക് മധുരമായി മാറും. പ്രയോജനമില്ലെന്ന് വിധി എഴുതിയത് പ്രയോജനമായി മാറും. ഒനോസിമോസിനെ കുറിച്ച് ഫിലോമോനിലെ ലേഖനം പൗലോസ് പറയുന്നു, മുൻപ് നിനക്ക് പ്രയോജനമില്ലായിരുന്ന ഇവൻ ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമാ. യോഹന്നാന്റെ സുവിശേഷം 2 പറയുന്നത്, അതിൽ പുറത്തു കിടന്ന കൽപാത്രത്തെ ശുദ്ധീകരിച്ച് അകത്ത് കൊണ്ടുവന്ന് പ്രയോജനപ്പെടുത്തിയ കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഭവനത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോവുക. എന്തിനെന്നറിയാമോ? കലവറയിൽ വന്ന കർത്താവ് പുറത്തു നോക്കിയത്, പുറത്ത് കിടന്ന കൽപാത്രം ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞത്, വിധി എഴുതിയതാ. ഇനി അതിനെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ലെന്ന് വിധി എഴുതിയ നിന്റെ തലമുറയാകട്ടെ, പ്രിയപ്പെട്ടവരാകട്ടെ, അതിനെ അകത്തു കൊണ്ടുവന്ന് ശ്രേഷ്ഠകരമായ വീഞ്ഞു നിറയ്ക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവരാമേ പറയാൻ എത്ര പേർക്ക് കഴിയും? ആ കണ്ണു കിടക്കുന്ന ദിവസം അടയ്ക്കാമോ? ഹല്ലേലൂയ. ഇന്ന് പകൽ സർവശക്തനായി ദൈവം ചിലർക്ക് പ്രത്യക്ഷപ്പെടാൻ പോവുക. വാഗ്ദത്തം കേട്ട് എത്ര വർഷമായി, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം നമ്മോട് ആലോചന പറഞ്ഞതാ. ഇതുവരെ അതിന് നിവർത്തീകരണം നടന്നിട്ടില്ല. എന്ന് സംഭവിക്കും അറിയത്തില്ല. ഇനി അതുള്ളതാണോ, അതോ ഇനി പ്രവാചകന്മാരാരെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞ വാക്കുകളാണോ എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കും. ഒരു അജ്ഞാതമായ ഒരു അനുഭവത്തിലാണ് നിങ്ങൾ ഞാനുമായിരിക്കുന്നത്. അത് നിറവേറുമോ ഇല്ലയോ എന്നൊരു ഉറപ്പ് നമുക്കില്ല. അത് ദൈവഹിതമാണോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞ വാക്ക് നിറവേറ്റുവാൻ തമ്പുരാൻ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടത് സർവശക്തനായിട്ടാണെങ്കിൽ പെൻഡിങ് ആയ ചില വാഗ്ദത്തം പ്രാർത്ഥിച്ച് ദൈവഹിതമല്ലെന്ന് മാറ്റിവെച്ചത് ദൈവം നിറവേറ്റുവാൻ സർവശക്തനായി ചെറുക്ക് വെളിപ്പെടാൻ പോവുക. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ചില തലമുറയ്ക്ക് വേണ്ടി തേജോമയനായിട്ട് വെളിപ്പെടും. അവൻ വേർപാട് പാലിക്കാൻ തുടങ്ങും. നീ അറിയാത്ത മേഖലകളിൽ തലമുറകൾ വേർപാട് പാലിക്കും. യാക്കോബേ, നീ എത്ര വർഷം കൊണ്ട് കരയുകയാണ്? നീ എന്തിനാ കരയുന്നത്? ഒരു അങ്കി നോക്കിയാ കരയുന്നത്. എന്റെ ജോസഫ് എന്റെ കുഞ്ഞിന്റെ അങ്കിയായത് രക്തക്കറയുള്ള അങ്കി കൊണ്ട് കരഞ്ഞ 20 വർഷം കരഞ്ഞു. ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമായിരുന്നു. ഒരു സ്വപ്നം കിട്ടിയ കുഞ്ഞാണ്, പക്ഷെ അവൻ പോയല്ലോ എന്നൊരു ഭാരമാ. പക്ഷെ പോയിട്ടില്ല കേട്ടോ. ആരോടോ ദൈവം ഇവിടെ പെടുന്നു. നീ വിധി എഴുന്നു പോയെന്ന് വിധി എഴുതിയതും, നിന്റെ ഭവനത്തിൽ നിന്ന് പിണങ്ങിപ്പോയതും, ഇനി ഒരിക്കലും ചത്താ പോലും കേരളത്തിലെന്ന് വിധി എഴുതിയതാ. നിന്റെ തലമുറയാകുന്ന വാഗ്ദത്തം അന്യദേശത്തവൻ വളർന്നുകൊണ്ടിരിക്കുക. യാക്കോബേ, നീ ഇവിടെ കിടന്ന് കരയുമ്പോൾ നിന്റെ വാഗ്ദത്തം ഒരു സൈഡിൽ വളർന്നുകൊണ്ടിരിക്കുക. 20 വർഷം കൊണ്ട് വാഗ്ദത്തം അതിന്റെ നിലവാരത്തിൽ എത്തിക്കഴിഞ്ഞു കുഞ്ഞേ. അതിൽ ഒരു ദിവസം നീ വാഗ്ദത്തത്തെ പോയി കാണും. വാഗ്ദത്തത്തെ മാത്രമല്ല, ആ യോസഫിനെ മാത്രമല്ല, തലമുറ കണ്ടനുഗ്രഹിക്കുവാൻ യാക്കോബിന് ദൈവം അനുഗ്രഹം കൊടുത്തെങ്കിൽ ഈ ദിവസങ്ങളിൽ സ്വർഗം നമ്മുടെ വാഗ്ദത്തം ഇവിടെ നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, അതവിടെ വളരുകയാണ്. ഒരു ദൂതനോട് ദൈവാത്മാ പറയാൻ പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് ബ്രഹ്മ നഷ്ടപ്പെട്ട ഒരു സഹോദരി. നഷ്ടപ്പെട്ടത് കാട്ടിലല്ല, മരുഭൂമിയിലല്ല, മാർക്കറ്റിൽ പോയപ്പോഴല്ല നഷ്ടപ്പെട്ടത്. വീട്ടിനകത്ത് തന്നെ കിടപ്പുണ്ട് നിന്റെ നന്മ. നിന്റെ സമാധാനം ആരും കൊണ്ടുപോയിട്ടില്ല, നിന്റെ സ്വസ്ഥത ആരും കൊണ്ടുപോയിട്ടില്ല, നിന്റെ വീട്ടിനകത്ത് തന്നെ കിടപ്പുണ്ട്. പക്ഷെ ഒറ്റ കാര്യം, വിളക്ക് കത്തിച്ച് അടിച്ചു വാരേണ്ടതൊക്കെ അടിച്ചു വാരണം. നമ്മുടെ വാക്കുകൾ ദൈവഹിതമില്ലാത്ത വാക്കാണെങ്കിൽ അതിനെ അടിച്ചുവാരി പുറത്തു കളയണം. ദൈവഹിതമില്ലാത്ത കാണുന്ന അടിച്ചുവാരി പുറത്തു കളയണം. ദൈവഹിതമില്ലാത്ത ബന്ധങ്ങൾ അടിച്ചുവാരി പുറത്തു കളഞ്ഞാൽ നഷ്ടപ്പെട്ട നിന്റെ വീട്ടിൽ മടങ്ങി വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ സംസാരിച്ചതിനായി സ്തോത്രം, അന്തരാത്മ ഇടപെട്ടതിനായി സ്തോത്രം. ഞങ്ങൾ അതിന് മുമ്പിൽ പ്രതികരിക്കുന്നു, അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ.